കർത്താവിന് സ്തോത്രം. നമുക്ക് വീണ്ടും ചേർന്ന് പാടി, കരങ്ങളടിച്ച് പാടി ദൈവത്തെ സ്തുതിക്കുകയാണ്. ചേർന്ന് പാടി ആരാധിക്കാം. जिस नाम में है मुक्ति, जिस नाम में है शक्ति, जिस नाम में है शांति, देता वो नाम चंगाई। ओ जिस नाम में है जिंदगी, यीशु है वो नाम। जिस नाम में है बंदगी, यीशु है वो नाम। यीशु तेरा नाम सबसे ऊंचा है। यीशु तेरा नाम सबसे ऊंचा है। उस नाम से शैतान डरे, उस नाम की जय जय करे। उस नाम से ये ज़माना झुके, उस नाम को सलाम करे। जिस नाम से शैतान डरे, उस नाम की जय जय करे। जिस नाम से ये ज़माना झुके, उस नाम को सलाम करे। जिस नाम में है जिंदगी, यीशु है वो नाम। जिस नाम में है बंदगी, यीशु है वो नाम। यीशु तेरा नाम सबसे ऊंचा है। ओ यीशु तेरा नाम सबसे ऊंचा है। बीमारी से, गरीबी से, शाप से है छुड़ाता, वो नाम है जो अंधों को रोशनी भी है देता। बीमारी से, गरीबी से, शाप से है छुड़ाता, वो नाम है जो अंधों को रोशनी भी है देता। वो जिस नाम में है जिंदगी, यीशु है वो नाम। जिस नाम में है बंदगी, यीशु है वो नाम। ओ यीशु तेरा नाम सबसे ऊंचा है। ओ यीशु तेरा नाम सबसे ऊंचा है। जिस नाम में है मुक्ति, जिस नाम में है शांति, जिस नाम में है शांति, देता वो नाम चंगाई। ओ जिस नाम में है मुक्ति, जिस नाम में है शांति, जिस नाम में है शांति, देता वो नाम चंगाई। ओ जिस नाम में है जिंदगी, यीशु है वो नाम। जिस नाम में है बंदगी, यीशु है वो नाम। ओ यीशु तेरा नाम सबसे ऊंचा है। ओ यीशु तेरा नाम सबसे ऊंचा है। बीमारी से, गरीबी से, शाप से है छुड़ाता, वो नाम है जो अंधों को रोशनी भी है देता। बीमारी से, गरीबी से, शाप से है छुड़ाता, वो नाम है जो अंधों को रोशनी भी है देता। वो जिस नाम पे है जिंदगी, यीशु है वो नाम। जिस नाम में है बंदगी, यीशु है वो नाम। यीशु तेरा नाम सबसे ऊंचा
സൗഖ്യമായി യേശുവിൻ രക്തം കഴുകലായി യേശുവിനെ വീണ്ടെടുത്തു. യേശുവിൻ രക്തം ശുദ്ധിക്കായി യേശുവിൻ രക്തം സൗഖ്യമായി യേശുവിൻ രക്തം കഴുകലായി യേശുവിനെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കൂ. ഹല്ലേലൂയ ഞാൻ പാടിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കൂ. ഹല്ലേലൂയ ഞാൻ പാടിടും സർവശക്തനായവനെ. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ മാറിപ്പോയെന്റെ ശാപങ്ങൾ സൗഖ്യമായെന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ മാറിപ്പോയെന്റെ ശാപങ്ങൾ സൗഖ്യമായെന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ പാടിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ പാടിടും സർവശക്തനായവനെ. യേശുവിൻ യേശുവിൻ നാമം വിടുതലായി യേശുവിൻ നാമം രക്ഷയായി യേശുവിൻ നാമം ശക്തിയായി യേശുവിനെ വീണ്ടെടുത്തു. യേശുവിൻ യേശുവിൻ നാമം വിടുതലായി യേശുവിൻ നാമം രക്ഷയായി യേശുവിൻ നാമം ശക്തിയായി യേശുവിനെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ പാടിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ പാടിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ പാടിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിന്റെ രക്തസാജയം രാജ രാജ വീരക രാജ ശിവലേഖ ശൈലകാരക ശിവനാജക കൂടമനന്തല ശിവലേഖ ജീവൻ കൗടമ രാജക ജീവ ഓദികൾ കൈതക്കാര ശിവലേ പരമ ശൈല രാജക കൂടമനന്ത കൈതാലക്കാരക ജീവൻ പരമം ജാലക ശിവരാജ ഓ രാജ വീരൽ കൈതേ രാജ രാജ ജീവന രവ യേശുവിന്റെ രക്തസാജയം ഹല്ലേലൂയ 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 ഓരിഗനവ അന്തരാരക ചൂടാനവ പ്രഭുത ജീവന ഭരണ ശൈതക രാജക ശിവരാജക ചൂടവരക്ഷ ഓരികൾ കൈതാരാജ യേശുവിന്റെ രക്തസാജയ ഓരമാനവ ശിവനവ അത്തുലാരക ചൂടാനവ അന്താരക സപ്തൽ പരാരക ഓ ഹല്ലേലൂയ 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 യേശുവിനവ ചില രോഗബന്ധനങ്ങൾ അടിയട്ടെ. ഓ ഭാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ.
ഓ ശത്രു കെട്ടിവെച്ച കെട്ടുകൾ പൊട്ടിമാറട്ടെ. ജീവനമൗത ശൈതനരാജക ശബലാജക ദൂതബലക്ഷ അകാര ജീവനമൗത ശബ്ദബലാജക ശബലക്ഷ ജീവനരേ ആധാര ഭക്തകരലേ ജീവനൗതബലാജക യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. ഓ രാജ വൈദവ രാജ. ഹല്ലേലൂയ. Praise the Lord. Hallelujah. 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 Most loving Heavenly Father, Lord, we thank God for this wonderful Sunday you have given for us, Lord. We are praying for all the people who are attending this meeting, Lord, online and offline, Lord. Bless them, Lord. Be with them, Lord. And we are praying for Pastor Uncle, Lord. Help him to preach from the Word of God, Lord. You help us to sing good songs, Lord. You have given us good psalms, Lord. Give us good testimonies, Lord. Through all, let the name of the Lord be glorified, Lord. We believe that you are in the midst of us, Lord. If anyone is sick, Lord, heal them completely, Lord. Once again, submitting everyone in your mighty hand. In Jesus' name we pray. Amen. എല്ലാവർക്കും ദേശങ്ങളിരിക്കാം. Praise the Lord. Hallelujah. Hallelujah. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തോട് ചേർന്ന് ഈ വിശുദ്ധ സഭായോഗത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഒരവസരം കൂടി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിന്റെ കൃപയിൽ നമുക്ക് ഒരു പകൽ കൂടി ദൈവത്തെ ആരാധിപ്പാൻ ഈ മാസത്തിന്റെ അവസാന സൺഡേയിലും കർത്താവ് നമുക്ക് അവസരം തന്നല്ലോ. ഇതുവരെയും ദൈവം നമ്മെ അനുഗ്രഹമായി 6 മാസക്കാലം ദൈവം നമ്മെ പരിപാലിച്ചു. ഈ വർഷത്തിൽ കർത്താവിന്റെ കൃപ എത്ര വലുതാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കർത്താവ് നമുക്ക് അവസരം തരുന്നു. പ്രതികാൽ ചില കാര്യങ്ങളെ ഓർത്ത് സ്തുതിപ്പാനുണ്ട്. പാസ്റ്റർ രാജേന്ദ്ര ജോഷിക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം ആ കണ്ണിൻ്റെ അസ്വസ്ഥതകളെ ഓർത്ത് നമ്മൾ വളരെ പ്രാർത്ഥിച്ചിരുന്നു. ഡോക്ടർ പറഞ്ഞു അതിനൊരു വിടുതൽ കിട്ടത്തില്ല എന്ന്. എന്നാൽ കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ അതിന് ദൈവം സൗഖ്യം കൊടുത്തു. ഡോക്ടർ പോലും അത്ഭുതപ്പെട്ടു പോയി. ദൈവത്തിൻ്റെ ആ വിശ്വസ്തതയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ശാരീരികമായ സൗഖ്യമില്ലായിരുന്ന ഷായിച്ചാന് ദൈവം സൗഖ്യം കൊടുത്തു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ സുഖമില്ലാതിരുന്ന പലരെയും അവിടുന്ന് വചനമയച്ച് വിടുവിച്ചു. കർത്താവിൻ്റെ ദാസൻ എം തോമസ് നമ്മുടെ മധ്യത്തിൽ ഹിന്ദിയിൽ അവസാനം ദൈവവചനത്തിൽ സംസാരിക്കും ഒരു 20 മിനിറ്റ്. അതുകൊണ്ട് ഇന്ന് ഞാൻ ആരംഭത്തിൽ ട്രാൻസ്ലേഷൻ ഞാൻ ചെയ്യുന്നില്ല. ഹിന്ദിയിൽ ഒരു ഷോർട്ട് മെസ്സേജ് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അല്പസമയം ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓൺലൈനിൽ 23ഓളം വിൻഡോസ് കയറിയിട്ടുണ്ട്. സുഖമില്ലാതെ അസ്വസ്ഥകളൊക്കെ അനുഭവിക്കുന്നത് കൊണ്ടായിരിക്കാം വരാത്തതെന്ന് വിശ്വസിക്കുന്നു. ഓൺലൈൻ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് മനഃപൂർവ്വമായി ആരും നിങ്ങൾ ഒഴിവായിരിക്കരുത്. വൈറൽ ഫീവറൊക്കെ ഉള്ളവർ മാത്രമേ വീട്ടിലിരിക്കാവൂ. പനിയും അസ്വസ്ഥതകളുള്ളവർ, ബാക്കിയുള്ളവർ വന്നു ചേരുവാൻ കഴിയുന്നവർ വന്നു ചേരുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ലൂക്ക് ചാപ്റ്റർ 24 റീഡിംഗ് 13 ഒന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വേദഭാഗം. ലൂക്ക് ചാപ്റ്റർ 24:13. മതി. എമ്മോസിലേക്ക് ഗ്രാമത്തിലേക്ക് പോയി. അത് മതി. അതിന്റെ 33 കൂടി ഒന്ന് വായിക്കാം. 33. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. ഇതിൽ നിന്ന് ഞാൻ ഈ അധ്യായത്തിൽ നിന്ന് പല പ്രാവശ്യം ശുശ്രൂഷിച്ചിട്ടുണ്ട്. പ്രത്യേകാൽ എൻ്റെ പ്രസംഗത്തിൻ്റെ ചില വിഷയങ്ങളുടെ നടുവിൽ ഈ വിഷയങ്ങൾ കയറിയും വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ ദൂതിന വ്യത്യാസമുണ്ടാകും എന്നുകൂടി ആരംഭത്തിൽ ഞാൻ പറയുന്നു. കർത്താവിൻ്റെ വചനത്തോട് ഏത് കാലത്തും പ്രതികരിക്കുന്നവരെയാണ് കർത്താവിന് ഇഷ്ടം. കർത്താവിന് ആവശ്യമുണ്ട് ഏത് കാലത്തും ദൈവത്തിൻ്റെ വചനത്തോട് പ്രതികരിക്കുന്നവരെ. കർത്താവ് സംസാരിക്കുമ്പോൾ പിന്നെയും പ്രതികരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുവാൻ നമ്മൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം. ഈ വചനങ്ങളൊന്നും ദൈവമക്കളെ വെറും സ്തോത്രം വൃഥാവായി പോകരുത്, പതിരായി പോകരുത്. വചനങ്ങളൊന്നും പതിരായി പോകരുത്, ഒന്നും വെറുതെയായി പോകാൻ ഇടയാകരുത്. ഉയർത്തെഴുന്നേറ്റ ശേഷം കർത്താവ് പല സ്ഥലങ്ങളിലും പല വ്യക്തികളിലും പല സാഹചര്യങ്ങളുടെ മുമ്പിലും കർത്താവ് പ്രത്യക്ഷപ്പെടുകയുണ്ടായിട്ടുണ്ട്. അത് നമുക്കറിയാം. കർത്താവ് ഇവിടെ ആയിരുന്നപ്പോൾ ഉയർത്തെഴുന്നേറ്റപ്പോൾ ഡിഫറെൻറ്റ് പ്ലേസിൽ ഡിഫറെൻറ്റ് പേഴ്സണിലൊക്കെ കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്.
പലരും കർത്താവിനെ തിരിച്ചറിഞ്ഞത് പല രീതിയിലാണ്. നമ്മൾ വായിച്ചാൽ നമുക്ക് പഠിക്കുമ്പോഴൊക്കെ അറിയാൻ പറ്റും പല രീതികളാണ്. മറിയ പറഞ്ഞു, ഓ ഇതൊരു തോട്ടക്കാരനാണ്. മറിയ പറഞ്ഞത് തോട്ടക്കാരനാ. എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർ പറഞ്ഞു ഒരു പരദേശിയാണെന്ന് പറയുന്നുണ്ട്. ഒരു പരദേശിയ, കാരണം ഈ നമ്മൾ വായിച്ചാൽ അറിയാം, ഒരു പരദേശി ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നു, ഒരു സ്ട്രേഞ്ചർ, ഒരു പരദേശിയാണെന്ന് പറയുന്നവരുണ്ട്. തിബിരിയോസ് കടൽക്കരയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശിഷ്യന്മാർക്ക് തോന്നിയത് നല്ല കടലുമായി ബന്ധമുള്ള ഏതോ ഒരു മുക്കുവനാണ്, ഒരു മുക്കുവനായിരിക്കും. അതുകൊണ്ടാണ് ആഴത്തിലേക്ക് മീനൊക്കെ വീശിയാൽ കിട്ടുമെന്ന് പറഞ്ഞത് അറിവുള്ളത് കൊണ്ട് അങ്ങനെ അവർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ദൈവമക്കളെ, ഓരോരുത്തർക്കും പല രീതിയിലാണ് നമ്മുടെ കർത്താവ് പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് ദൈവത്തിന് സ്തോത്രം. വല വീശാൻ പറയുമ്പോഴൊക്കെ ശിഷ്യന്മാർ പോയി വല വീശി. അതല്ലാതെ ഒരു കടലിനെ കുറിച്ച് അറിവില്ലാത്തവർ വല്ലതും പറഞ്ഞ് കടലിലേക്ക് വീശാൻ പറഞ്ഞു നമ്മൾ വീശത്തില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു പലർക്കും. ആർക്കും പെട്ടെന്ന് കർത്താവിനെ തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ നടന്ന സംഭവം അതാണ്. പലർക്കും കർത്താവിനെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. ഭൂതമെന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഇവിടെ 2 ശിഷ്യന്മാർ എമ്മോസിൽ നിന്ന് യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഇത് നന്നായി രാവിലെയുള്ള യാത്രയാണ്. അപ്പോൾ യേശുക്രിസ്തു മരിച്ചു. യെരൂശലേം നഗരം മുഴുവൻ കലങ്ങി മറിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം യേശുവിൻ്റെ മരിപ്പ്, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പ്, കാണാനില്ലാത്ത അവസ്ഥ. അപ്പോൾ മരിച്ച യെരൂശലേം മുഴുവൻ കലങ്ങി മറിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. ഭയം അവരുടെ ഉള്ളിലുണ്ട്. ഭയങ്കരമായിട്ട് എല്ലാവരെയും അകത്ത് കയറിയിരിക്കുന്ന ഭയത്തിലൂടെ അവർ കടന്നു പോകുന്നത്. കാരണം ഒരു വളരെ ആശ്രയത്തോടെ കർത്താവിനെ പിൻപറ്റിയവരാണ്. ഭയത്തിൻ്റെയും ഭീതിയുടെയും മധ്യത്തിൽ വരാൻ കാരണം കർത്താവ് മരിച്ചുപോയി. ഇപ്പോൾ നോക്കിയപ്പോൾ ശരീരവും അവിടെ കാണുന്നില്ല, ബോഡിയും അവിടെ കാണുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ അനുയായികൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അന്നത്തെ കാലത്ത്. അത്രമാത്രം വ്യാജ വാർത്ത അവിടെ പരന്നിട്ടുണ്ട്. യേശുവിൻ്റെ ശരീരം ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയേക്കുകയാണ്, കാണുന്നില്ല. ഇപ്പോൾ യേശുവിൻ്റെ ശരീരം അവിടെ ഇല്ല, ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയതാണ്. യേശുക്രിസ്തുവിൻ്റെ ബോഡി മോഷ്ടിച്ചുകൊണ്ട് പോയതുകൊണ്ട് കാണുന്നില്ല. അങ്ങനെയുള്ള ഒരു വ്യാജ വാർത്തയും അവിടെ പരന്നിട്ടുണ്ട്. ആ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. യേശു ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്തോത്രം അവർക്ക് അംഗീകരിക്കാനായിട്ട് റോമൻ പടയാളികൾ കൈക്കൂലി കൊടുത്തിട്ട് പടയാളികൾ ചെന്ന് അവരെ കൊണ്ട് വ്യാജവാർത്ത പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനെ ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞ് അങ്ങനെ വ്യാജവാർത്ത വളരെ വിപുലമായിട്ട് വ്യാപിക്കുന്നൊരവസ്ഥ. ആ സമയത്താണ് ഈ പ്രതിസന്ധിയിലൂടെയൊക്കെ പോകുന്ന സമയത്ത് നിരാശപ്പെട്ട 2 പേര് യെരൂശലേം പട്ടണത്തിലൂടെ അവർ പോവുകയാണ്. 2 പേര് യെരൂശലേമിൽ നിന്ന് എമ്മോസിലേക്കുള്ള യാത്രയാണ്. ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അറിയാം. യെരൂശലേമിൽ നിന്ന് എമ്മോസിലേക്ക് ദൂരെയുള്ള മനസ്സ് മടുത്താണ് യാത്ര ചെയ്യുന്നത്. ഈ പകൽ ദൈവമക്കളെ ഒരു കാര്യം ഞാൻ പറയാം. മനസ്സ് മടുത്തു പോയ ആരെങ്കിലുമൊക്കെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് ചില സാഹചര്യങ്ങൾ അപ്രതീക്ഷിതമായി കയറി വന്നതുകൊണ്ട്, ചില പ്രതികൂലങ്ങൾ അപ്രതീക്ഷിതമായി വന്നതുകൊണ്ട്, ചില വിഷയങ്ങൾ ഇടയ്ക്ക് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ കയറി വന്നതുകൊണ്ട് മനസ്സ് മടുത്ത്, മനസ്സ് വേദനപ്പെട്ട് ഇന്ന് പകൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് പകൽ നിങ്ങളോട് ദൈവത്തിന് ഇടപെടാനുണ്ട്. മനസ്സ് മടുത്തിട്ടാണ് ഇവർ യാത്ര ചെയ്യുന്നത്. ഈ യെരൂശലേമിൽ നിന്ന് എമ്മോസിലേക്കുള്ള യാത്ര. അവിടെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവർ ലീവ് ചെയ്തത്. യെരൂശലേമിൽ നിന്ന് അവർ സ്തോത്രം എമ്മോസിലേക്ക് യാത്ര ചെയ്യുവാനിടയായത്. സ്തോത്രം അവരുടെ പ്രത്യാശ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവരുടെ സന്തോഷം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവരുടെ സമാധാനം നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം അത് വായിക്കുമ്പോൾ അറിയാം, സമാധാനം നഷ്ടപ്പെട്ടു പോയി. ഇതൊക്കെ നഷ്ടപ്പെട്ടപ്പോഴാണ് ഇത് യാത്ര ചെയ്യുന്നത്. സ്തോത്രം ബൈബിൾ തന്നെ തെളിവുകളുണ്ട്. ഇവർക്ക് നിരാശ വന്നിട്ടുണ്ടോ, ഇവർക്ക് ഇതൊക്കെ നഷ്ടപ്പെട്ടോന്ന്. ദൈവങ്ങളെ നമ്മളൊന്ന് ചിന്തിച്ച്, ഈ കൊറോണ വന്നതിന് ശേഷം നമ്മൾ എത്ര പേര് നിരാശപ്പെട്ടു പോയിട്ടുണ്ട്. അനേകം മീറ്റിങ്ങുകളൊക്കെ ദൈവങ്ങളെ ഇപ്പോൾ കൂടുന്നു എന്ന് പറഞ്ഞാലും ഒരു വലിയ കൂട്ടം ദൈവജനം പോലും വളരെ പ്രത്യാശ നഷ്ടപ്പെട്ടവരായി നടക്കുന്നേ. വളരെ പ്രത്യാശ നഷ്ടപ്പെട്ടു, പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അവസ്ഥയിലൊക്കെ അവരുടെ ജീവിതത്തിൽ ജോലി നഷ്ടപ്പെട്ടു, സാഹചര്യം നഷ്ടപ്പെട്ടു, കമ്പനി അടച്ചു. അങ്ങനെയുള്ള വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ അവരുടെ നിരാശയിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ നടുവിലും നമ്മുടെ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞ ചിലരുണ്ട്. ദൈവമക്കളെ, അങ്ങനെയുള്ളവരെ ദൈവത്തെ അത് കഴിയണം. ദൈവത്തിന് സ്തോത്രം. അന്ന് തന്നെ അങ്ങനെ അവർ യാത്ര ചെയ്യുക, അന്ന് തന്നെ എന്നാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ ചെയ്യണം. അത് അങ്ങനെയല്ല ഇരിക്കണം. 13-ാമത്തെ അന്ന് തന്നെ അവരിൽ 2 പേര് സ്തോത്രം സെയിം ഡേ, അന്ന് തന്നെ ആ ഡേയിൽ തന്നെയാണ് അവർ 2 പേര് അവിടെ എഴുതിയിരിക്കുന്നത്. 2 പേര് യെരൂശലേമിൽ നിന്ന് എമ്മോസിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയിൽ 4 കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് അവർ നടന്നിട്ടുണ്ട്. പലപ്പോഴും ഞാനത് പെട്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു പോയിട്ടുണ്ട്. സംസാരിക്കുന്നുണ്ട്. അവർ സംസാരിച്ചു കൊണ്ടാണ് പോകുന്നത്. അത് മൂത്തിട്ട് അവർ തർക്കമായിട്ട് മാറി.
സംസാരം മൂത്ത് തർക്കമായിട്ട് മാറി. തർക്കം അല്പം കാഠിന്യമായപ്പോൾ അവർക്ക് വാദമായിട്ട് മാറി, വാദിക്കാൻ തുടങ്ങി. മറ്റൊന്ന്, അവർ വലിയ വാടിയ മുഖത്തോടെയാണ് യാത്ര ചെയ്യുന്നത്. ഇങ്ങനെ 4 കാര്യങ്ങൾ അവിടെ നടന്നിരിക്കുന്നു. നോക്ക്, 1 സംസാരിക്കുന്നു, 2 തർക്കിക്കുന്നു, 3 വാദിക്കുന്നു, 4 വാടിയ മുഖത്തോടെ. നിങ്ങൾ 13 മുതൽ വായിച്ചു വരുമ്പോൾ കാണാം. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിട്ട്, എല്ലാ അവസ്ഥകൾക്കും സ്തോത്രം എല്ലാം തീർന്നെന്ന് പറഞ്ഞ്, വാതിലുകളെല്ലാം അടഞ്ഞെന്ന് പറഞ്ഞുള്ള യാത്രയിൽ ദൈവത്തിന് സ്തോത്രം അവരുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിപ്പോയാൽ ദൈവമക്കളെ, നമ്മൾ പ്രതീക്ഷിച്ച പ്രതീക്ഷകളൊക്കെ അടഞ്ഞുപോയാൽ, കണക്കുകൂട്ടൽ തെറ്റിപ്പോയാൽ ആരാ ദേഷ്യപ്പെടാത്തത്, ആരാ വാദം വാദിക്കാത്തത്, ആരാ തർക്കിക്കാത്തത് എന്ന് പറഞ്ഞതുപോലെ പ്രതീക്ഷ എല്ലാം നഷ്ടപ്പെട്ടു, സമാധാനം നഷ്ടപ്പെട്ടു. ഇനി എവിടേക്ക് പോകണമെന്നറിയത്തില്ല, എന്താവും, എങ്ങനെ വന്നു പോയല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ദൈവങ്ങൾ എല്ലാവർക്കും ദേഷ്യം വരാം അല്ലേ? അങ്ങനെ ദേഷ്യപ്പെട്ടു എന്ന് ചിന്തിച്ചാൽ മതി. തർക്കിച്ചിട്ടൊക്കെ ഉണ്ട്. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കൊറോണ കാലത്ത് ദൈവങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മുടെ പല കണക്കൂട്ടലും തെറ്റിപ്പോയി. എത്രയോ കമ്പനികൾ അടഞ്ഞു പോയെന്നറിയാമോ? നമ്മൾ വിചാരിച്ചത് 3-4 മാസം കൊണ്ടാണ്. ഞങ്ങളത് തുടങ്ങിയപ്പോൾ വിചാരിച്ച് 2-3 മാസം കഴിയുമ്പോഴത്തേക്ക് ശരിയാവും, അതുവരെ മതിയെന്ന. 3 മാസം കഴിഞ്ഞപ്പോൾ 3-ാമത്തെ വർഷത്തിൽ പ്രവേശിച്ചേക്കുക. വല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടോ? സ്തോത്രം, ഇതുവരെ തീർന്നിട്ടില്ല. നമ്മൾ പ്രാർത്ഥിക്കും തോറും ഓരോ ദിവസവും നമ്മുടെ മുൻപിൽ വരുന്ന വിഷയങ്ങൾ വലിയ വിഷയങ്ങളാണ്. പ്രാർത്ഥിക്കുമ്പോൾ മാറുമെന്നൊക്കെ നമ്മൾ പെട്ടെന്ന് ചിന്തിച്ചാൽ ഈ വിഷയത്തിലൂടെ ദൈവം കടത്തിവിടുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം കേട്ടോ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മൾ ചോദിക്കും, സ്തോത്രം കർത്താവേ, നീ എവിടെയാ? പ്രാർത്ഥന കേൾക്കുന്നില്ലേ? ഞങ്ങൾ മുഴങ്കാലും മടക്കി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്നില്ലേ? ഇത്രയും ദൈവജനം ഒരുമിച്ചുള്ള പ്രാർത്ഥന ലോകം മുഴുവനും വ്യാപരിച്ചു. ഒരു സ്ഥലത്ത് പോലും വ്യാപിക്കാതിരുന്നില്ല. ലോകത്തുള്ള മുഴുവൻ ദൈവജനവും പ്രാർത്ഥിച്ചു, ഈ വൈറസിനെ മാറ്റണമേ. ഇതെന്താ പ്രാർത്ഥന കേൾക്കാത്തത്? ദൈവം എന്താ ചെവി കേൾക്കാതിരിക്കുകയാണ്? അല്ലല്ല, ഈ പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രാർത്ഥന ശ്രദ്ധിക്കുന്നുണ്ട്. എന്റെ ദൈവത്തിന്റെ ചെവി മന്ദമായി പോയിട്ടില്ല. എന്റെ ദൈവം എല്ലാ പ്രാർത്ഥനകളും ശ്രദ്ധിക്കുന്ന ദൈവമാണ്. സ്തോത്രം. എവിടെയാ ദൈവം പ്രാർത്ഥന കേൾക്കാത്തത്? പ്രതീക്ഷകളൊക്കെ പലരുടെയും നഷ്ടപ്പെട്ട്, നിരാശകൾ നഷ്ടപ്പെട്ട്, കണക്കൂട്ടലുകളൊക്കെ തെറ്റിപ്പോയി, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒത്തിരി ജീവിതങ്ങൾ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ പുറത്ത് പറയുന്നില്ലെങ്കിൽ അകത്ത് ഭാരപ്പെടുന്ന ചിലരുണ്ടായിരിക്കാം. എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ വന്നു? ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ തന്നെ അങ്ങനെയുള്ള 2 സഹോദരങ്ങളാണ് യെരുശലേമിൽ നിന്ന് എമ്മോസിലേക്കുള്ള യാത്ര ചെയ്യുന്നത്. അങ്ങനെ യാത്ര ചെയ്യുകയാണ്. സ്തോത്രം. മനസ്സ് ക്ഷീണിച്ചിട്ടുണ്ട്, നിരാശ വന്നിട്ടുണ്ട്, പക്ഷെ ആരോടും പറയുന്നില്ല. ഇപ്പോൾ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ നമുക്ക് പാടാൻ പറ്റും. ഇങ്ങനെ നിരാശ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ പാടാൻ പറ്റും. ഹല്ലേലൂയ പറഞ്ഞാൽ ഹല്ലേലൂയ പാടാൻ നമുക്ക് പറ്റും. പക്ഷേ നമ്മുടെ അകത്തേക്ക് നോക്കുമ്പോൾ നിരാശയും മനസ്സുമെടുപ്പുമാ. ഹല്ലേലൂയ പാടുന്നതിനോ പ്രാർത്ഥനയ്ക്ക് ഒന്നും കുറവ് വന്നിട്ടില്ല. നല്ല രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ, പക്ഷെ നിരാശ വന്നിട്ടുണ്ട്. സ്തോത്രം, വിഷമം വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർ തർക്കിച്ചും വാദിച്ചും യാത്ര ചെയ്യുന്നു. നിരാശയോടെ യാത്ര ചെയ്യുന്ന അവരുടെ കൂടെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് എന്താ ചെയ്തെന്നറിയാം? ആ ഭാഗം വായിക്കണം. കൂടെ നടക്കാൻ തുടങ്ങി. ഈ പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിരാശയുടെ കടന്നു പോകുമ്പോൾ, ആരും എന്റെ കൂടെ ഇല്ലെന്ന് നിങ്ങൾ ഭാരപ്പെടുമ്പോൾ, നിന്റെ അകക്കണ്ണ് തുറന്നു നോക്കിയാൽ നിന്റെ അടുത്ത് നിൽക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ഒന്ന് കാണാൻ കഴിഞ്ഞാൽ അതാ വിടുതലെന്ന് പറയുന്നത്. തർക്കിച്ചും വാദിച്ചും അവർ പോകുന്നത്, അവരുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് മനസ്സും അടുത്താ പോകുന്നത്. ആ യാത്രയിൽ എന്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ കർത്താവോട് ചേർന്ന് നടന്നു. സ്തോത്രം. കൂടെ നടക്കുക മാത്രമല്ല, കർത്താവ് അവരോട് ചോദിക്കുന്നു. എനിക്കതാ വലിയ സന്തോഷം. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്. എന്താ ചോദിച്ചതെന്നറിയാമോ? അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണുകൾ നിരോധിച്ചിരുന്നു. വായിക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. അവരുടെ അറിയാതെ വണ്ണം നിരോധിച്ചിരുന്നു. സ്തോത്രം. 16-ാമത്തെ വാക്യത്തിൽ, 17-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കണം. അവനവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്തെന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ഇവിടെ 2 കാര്യങ്ങൾ കാണുന്നു കർത്താവിനാൽ വെളിപ്പെട്ടത്. ഒന്ന്, അവരോട് ചേർന്ന് നടക്കാനിടയായി. എന്റെ കർത്താവ് അവരോട് ചേർന്ന് നടക്കാൻ, അവർക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ സാന്നിധ്യം ചേർന്ന് അവരോടുകൂടെ നടന്നു. എന്താ ദൈവമക്കളോട് പറയാനുള്ള ഒരു ദൂതെന്ന് പറയുന്നത്? ഈ പകൽ ഏത് പ്രതികൂല സാഹചര്യത്തിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിയെ ദൈവമെന്ന് ചോദിക്കുന്നിടത്ത് ഇന്ന് പകൽ നമുക്കൊരു കാര്യം തിരിച്ചറിയാൻ കഴിയണം. കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും പുതിയ നിയമ വിശ്വാസികൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ കാണുന്നതിനെ അല്ല, കാണാത്തതിനെയത്തെ ഞങ്ങൾ നോക്കി പാർക്കുന്നത്. കാഴ്ചയാലല്ല, ഞങ്ങൾ വിശ്വാസത്താലത്തെ നടക്കുന്നത്. നമ്മൾ വിശ്വാസത്തോടെ നടക്കുന്നവരാണ്. ഈ പകൽ വിശ്വാസികൾ എന്ന് പേര് വന്നത് അത് തന്നെയാ.
വിശ്വാസത്തോടെ നടക്കുക. ആരുടെയും പോക്കറ്റിൽ ഒന്നും കണ്ടിട്ടല്ല, ആരുടെയും കയ്യിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല. ദൈവമക്കളെ, വിശ്വാസത്താലുള്ള നടപ്പാണ് ഈ പകൽ. ദൈവമക്കൾ അത് അഭ്യസിക്കണം. പുതിയ നിയമ വിശ്വാസികളാൽ നമുക്ക് ദൈവം തന്നത് വിശ്വാസത്താലുള്ള നടപ്പാണ്. നിന്റെ അടുക്കളയിൽ ഒന്നുമില്ലെങ്കിൽ, നിന്റെ വീട്ടിൽ ഒരു ഭക്ഷണത്തിനുള്ള ഒരു വകയില്ലെങ്കിൽ, ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം പറയാ, ദൈവമക്കളായ നിന്നെ വിളിച്ചവൻ, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതിഥിന്റെ ആഹാരം കൊടുക്കുന്ന ദൈവം, ആ ദൈവം നിന്റെ കുടുംബത്തിന്റെ ആവശ്യമറിഞ്ഞ് നിന്റെ സാഹചര്യം അറിഞ്ഞ് പ്രവർത്തിക്കും. Praise the Lord. നമ്മൾ കാഴ്ചയിലല്ല. സ്തോത്രം. പെട്ടെന്ന് കൊറോണ വൈറസ് ഒക്കെ പറന്നു പിടിച്ച കാലങ്ങളിൽ എന്തൊക്കെ സാഹചര്യങ്ങളാണ് ദൈവമക്കളെ. പലരും വിചാരിച്ചു ഭക്ഷണം പോലും മേടിക്കാൻ കടയിൽ പോലും കിട്ടത്തില്ലെന്ന്. സ്തോത്രം. എന്തൊക്കെ ഓടി നടന്ന്, എന്താ പെട്ടെന്ന് ആളുകൾ ഓടി അവിടെ ഇവിടെ ഒക്കെ കൊടുത്ത് ഉള്ളതൊക്കെ മേടിച്ചു വെക്കുക. എന്നാ ദൈവങ്ങളെ സ്നേഹിക്കാൻ ആവശ്യമില്ലാത്ത ഒത്തിരി മേടിച്ചു വെക്കരുത്. കട മുഴുവനൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടു വെച്ചിട്ടുണ്ട്. ദൈവം തൊട്ടടുത്തുള്ള സഹോദരൻ പട്ടിണി കിടക്കുമ്പോൾ നീ തിന്നു കിടക്കുവോ? സ്തോത്രം. ഒരുത്തനും മേടിക്കാൻ കൊടുക്കാതെ മുഴുവനും വാരിയെടുക്കുന്ന ദൈവമക്കള്. സ്തോത്രം. നമ്മുടെ ആവശ്യത്തിനുള്ളത് മതി, ബാക്കിയുള്ള ദൈവം കരുതുന്നു. നീ അങ്ങനെയൊക്കെ മേടിച്ചു വെച്ച് പലരുടെയും പുഴുവരിച്ചും പോയിട്ടുണ്ട്. സ്തോത്രം. എടാ, ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം. കാക്ക കുഞ്ഞുങ്ങളെ കൊണ്ട് ദൈവത്തിന് ആഹാരം കൊടുക്കാൻ കഴിയുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. പേടിയാ, ഭയമാ, നിരാശ വന്ന്. ഞാൻ പറയട്ടെ, സ്തോത്രം, എന്നാ പ്രാർത്ഥന കേൾക്കുന്നില്ലേ? ഈ കൊറോണ വൈറസ് മാറാത്ത എന്താ? ഞാൻ ചിന്തിച്ചാറുണ്ട്, പെട്ടെന്ന് ഈ ലോക്ക്ഡൌൺ മാറാത്ത എന്താ എന്നൊക്കെ ചിന്തിച്ചു. നോഹയുടെ കാലം നമ്മൾ നോക്കിയേ. നോഹയോട് ദൈവം പറഞ്ഞു, എന്താ നോഹെ, അങ്ങനെ തന്നെ ബൈബിളിൽ പറയുന്നത്, നോഹയും കുടുംബത്തെയും ദൈവം ഓർത്തില്ലേ? എന്നിട്ട് 150 ദിവസം അകത്ത് തന്നെ ഇരുന്നു ലോക്ക്ഡൌൺ ആയിട്ട്. ഓർത്ത ഉടനെ ഒന്നും പുറത്തിറങ്ങിയില്ലെന്ന്, അതിന്റെ അകത്ത് തന്നെ ഇരുന്നു. ഇന്ന് പകൽ ദൈവം നമ്മളെ ഓർത്തിട്ടുണ്ട്. ഉടനെ ഒന്നും മാറിയില്ലെങ്കിലും ദൈവം നമ്മളെ കൈവിട്ടിട്ടില്ലെന്ന് ഈ പകൽ മനസ്സിലാക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. എന്റെ ദൈവം എന്നെ ഓർത്തിട്ടുണ്ട്, എന്റെ കുടുംബത്തെ ഓർത്തിട്ടുണ്ട്. പ്രാർത്ഥിച്ചതിന് ഉടനെ മറുപടി കിട്ടിയില്ലെങ്കിൽ എന്റെ ദൈവം എന്നെ മറന്നിട്ടില്ലെന്ന് ഈ പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആ ദൈവത്തെയാ ഞാൻ നിങ്ങൾ സേവിക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാം, 150 ദിവസം പിന്നെ നോഹയിരുന്നു അല്ലേ? ഇത് അവിടെ ഇരിക്കുക. പിന്നെ സമയമെടുത്തു. മഴയുടെ കാഠിന്യം കർത്താവ് കുറച്ചു. നമ്മൾ വിചാരിക്കുന്ന പ്രാർത്ഥന ദൈവം കേട്ടിട്ടില്ലെന്ന. എത്രയോ ശരിക്ക് ഈ കൊറോണ തുടങ്ങിയപ്പോൾ കൊതുക് ചാകുന്ന പോലെ ആൾക്കാർ ചത്തെ. പക്ഷേ ഇപ്പൊ കൊറോണ ഉണ്ടെങ്കിലും അത്രയൊന്നും മരണമില്ല. കാഠിന്യം ദൈവം കുറച്ചിട്ടുണ്ട്. പ്രാർത്ഥന കേൾക്കാതിരുന്നിട്ടില്ലെന്ന് ഈ പകൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ, പ്രാർത്ഥന കേൾക്കാതിരുന്നിട്ടില്ല. എന്റെ ദൈവത്തിന് ചില പ്രോസസ്സിലൂടെ നമ്മളെ കടത്തിവിടുന്ന ദൈവത്തിന്റെ പദ്ധതിയാ. ദൈവം കുറച്ചിട്ടുണ്ടെന്ന്. ചിലപ്പോൾ ഇങ്ങനെ ഉടനെ മറുപടിയൊക്കെ തരും, ചിലത് താമസിക്കും. പക്ഷെ അവഗണനയൊന്നും അല്ലെന്ന് എന്റെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാ. ദൈവത്തിന് സ്തോത്രം. ദൈവം പ്രാർത്ഥന കേൾക്കാതിരുന്നിട്ടില്ല. ദൈവം പ്രവർത്തിച്ചില്ല എന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നില്ലെങ്കിലും എനിക്കൊരു കാര്യം വിശ്വാസത്താൽ അറിയാം, എൻ്റെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഈ പകലൊന്ന് വിശ്വാസത്തോടെ പറ. ദൈവങ്ങൾ നമ്മുടെ മാറത്ത് കരം വെച്ച് പറയും, എനിക്ക് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. സ്തോത്രം. നിരാശപ്പെട്ടവർ മുൻപോട്ട് പോകുന്നേ. രണ്ടുപേരുടെ കൂടെ കർത്താവ് ചേർന്ന് നടക്കുക മാത്രമല്ല, അവരോട് കാര്യം കർത്താവ് ചോദിക്കുക, എന്താ പോകുന്നതെന്ന്. ഇത് ഭയങ്കര ശബ്ദമാണ് കേട്ടോ. നിരാശപ്പെട്ട് യാത്ര ചെയ്യുന്നവരുടെ കർത്താവ് ചേർന്ന് നിന്നിട്ട് എന്താ പോകുന്നേ. ഒരാളെ കണ്ടിട്ട് ഒന്ന് ചോദിക്കാൻ നമുക്കത് കഴിഞ്ഞാൽ അത് വലിയൊരു സന്തോഷമാണ്. കാര്യങ്ങൾ തിരക്കുക എന്നുള്ളത് വളരെ ചുരുക്കമാണ് ആളുകൾക്ക്. നമ്മുടെയൊക്കെ ഇടയിൽ ഇപ്പോൾ ഒത്തിരി സ്വാർത്ഥതകൾ വന്നിട്ടുണ്ട് നമ്മുടെ ഇടയിൽ. പക്ഷെ കാര്യങ്ങൾ തിരക്കുക എന്നുള്ളത് വളരെ ചുരുക്കമായി മാറി. കർത്താവ് അങ്ങനെയല്ലായിരുന്നു. അവരോട് എന്താണെന്ന് ചോദിച്ചു. നമുക്ക് ഈ കാര്യം നല്ലൊരു കാര്യമാട്ടോ, ഇങ്ങനെ തിരക്കുക എന്നുള്ളത്. നമ്മൾ ചിന്തിക്കണം, നിരാശപ്പെട്ടും വിഷമിച്ചും പ്രതികൂലമായൊക്കെ ഇരിക്കുന്നവരെ ഒന്ന് ഫോൺ വിളിച്ചിട്ട്, സ്തോത്രം, കുന്നായ്മ പറയാൻ വിളിക്കണ്ട. നമ്മൾ ചോദിക്കണം, എന്താ സഹോദര? ചിലർ വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ രോഗമാ, പ്രതീക്ഷിച്ചതാ, ഞാൻ അന്നേരെ ചിന്തിച്ചത് നിൻ്റെയൊക്കെ പോക്ക് കണ്ടപ്പോൾ. അങ്ങനെയൊന്നും പറയാനില്ല. രോഗമാണെങ്കിൽ ദൈവം സൗഖ്യമാക്കൂട്ടോ. യേശു നിങ്ങളുടെ കൂടെയുണ്ട്. ഒരു വാക്ക് വളരെ ആശ്വാസം തരുന്നതാണ്. അതുകൊണ്ട് ആ ഉപ്പിനാൽ രുചി വരുത്തിയ ശിഷ്യന്മാർക്കുള്ളൊരു നാവ് എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞേ. സ്തോത്രം കേട്ടോ. അല്ലാതെ യോബിന്റെ സഹോദരന്മാർ ചെന്നിട്ട് ആശ്വസിപ്പിക്കാൻ ചെന്നിട്ട് പറയാം, നിന്റെ പോക്കും നിന്റെ പ്രാർത്ഥനയും നിന്റെ കൂട്ടായ്മയും കണ്ടിട്ട് എനിക്ക് എന്ത് പോകടാ പോയേ എന്നൊക്കെ ചോദിച്ച് ആശ്വസിപ്പിക്കുന്ന ആശ്വാസകന്മാർ ഉണ്ട്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞതിന്റെ കാര്യം. ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഒരു ദിവസം നമുക്ക് നിരാശപ്പെട്ട് പ്രാർത്ഥിക്കണം, കർത്താവേ, ഇന്ന് ഞാൻ ആരെയെ വിളിക്കേണ്ടത്?
വിളിക്കണ്ടേ? ഫോണിൽ കൂടെ ഞാൻ ആരെയെ വിളിക്കണ്ടേ? എനിക്ക് അവരോട് വിളിച്ചിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കണം, ശാന്തമായിട്ട് അവരോട് സംസാരിക്കണം. ചിലരുടെ നിരാശ, എത്രയോ പേര് നിരാശപ്പെട്ടിരിക്കുന്നതെന്നറിയാമോ? എത്ര പേര് ദുഃഖിച്ചിരിക്കുന്നതെന്നറിയാമോ? എല്ലാവർക്കും ആ കഴിവില്ലെങ്കിൽ കഴിവുള്ളവരുണ്ടല്ലോ ദൈവമക്കളെ, അവരെ ആശ്വസിപ്പിക്കാനായിട്ട് വിളിക്കണം. ദൈവം നിങ്ങളെ സൗഖ്യമാക്കും. ഒരാശ്വാസമാണ്. ചിലപ്പോൾ നിരാശപ്പെട്ടിരിക്കുന്ന, മനസ്സ് മടുത്തിരിക്കുന്നവർക്ക് ഒരു ഫോൺ കോൾ ഒരു ആശ്വാസമാണ്. അവരുടെ ഡിപ്രഷൻ അങ്ങ് മാറിപ്പോകാം. ഈ പകൽ ഞാൻ അതുകൊണ്ട് പറയാം, ദൈവത്തിന് സ്തോത്രം. അവരുടെ കാര്യങ്ങളൊന്ന് നിരാശപ്പെട്ടിരിക്കുന്നവരൊന്ന് ചോദിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ട് വിശേഷം, കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിക്കുന്നത് നല്ലതാണ്. നമ്മുടെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഇനി വല്ലതും കൊടുക്കേണ്ടി വരുമെന്ന് അങ്ങനെയൊന്നും പേടിക്കണ്ട. സ്തോത്രം, ഒന്നില്ലെന്ന് പറഞ്ഞ് വിളിച്ചാൽ മതി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയൊന്നും പേടിക്കണ്ട. ദൈവമക്കളെ, നിരാശപ്പെട്ടിരിക്കുന്നവരോട്, നമ്മൾ വാടിയ മുഖത്തോടെ ഇരിക്കുന്നവരോട് എന്താ വല്ല വിഷമമുണ്ടോ ഒന്ന് ആരായണം. രണ്ട് ദേഹത്തൊക്കെ ഒന്ന് പിടിക്കാൻ പറ്റിയാൽ, സഹോദരങ്ങളൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറ്റിയാൽ അതൊരു അനുഗ്രഹമാണ്. ഞാനത് പറഞ്ഞൊരു കാര്യം, കർത്താവ് ചേർന്ന് നടക്കുകയാണ്. സ്തോത്രം കേട്ടോ, കർത്താവ് ചേർന്ന് നടക്കുകയാണ്. നമ്മൾ അതുപോലെ തന്നെ കാര്യങ്ങൾ തിരക്കണം. ഇവിടെ യേശുവിന്റെ പ്രത്യേകത, നിരാശപ്പെട്ടും ഡിപ്രഷനായിട്ട് പോകുന്നവരെ ചേർന്ന് കർത്താവ് നടന്നു. കർത്താവിന് മനസ്സിലായി, എൻ്റെ സാന്നിധ്യം ഇവിടെ ആവശ്യമുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നിടത്ത് നിരാശ മാറിപ്പോകും. നിരാശപ്പെട്ടിരിക്കുന്നിടത്ത്, തകർന്നിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും. പ്രാർത്ഥിച്ചാൽ വരും. മുറിവേറ്റിരിക്കുന്നിടത്ത്, ഭാരത്തോടിരിക്കുന്നിടത്തൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും. കർത്താവ് അങ്ങനെയുള്ളവർത്തൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ദൈവത്തിന് സ്വന്തം. നിങ്ങൾ എന്താ ഇങ്ങനെ തർക്കിച്ചും ബാധിച്ചും ഒക്കെ പോകുന്നത്? എന്താ കാര്യം? കർത്താവ് ചോദിക്കുക, എന്താ കാര്യം? ആ ഭാഗം അവിടെ നമുക്കറിയാം, വാടിയ മുഖത്തോടെ നിന്നു. സ്തോത്രം. അപ്പൊ തന്നെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 18-ാമത്തെ വാക്യം. ഒന്ന് ചേർന്ന് നടന്നു, രണ്ട് കാര്യങ്ങൾ ചോദിച്ചു. കണ്ടോ? ക്ലെയോപ്പാവെന്ന ഒരുവൻ യെരുശലേമിൽ പരദേശികൾ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ 19-ാമത്തെ വാക്യം, കർത്താവ് പിന്നെയും ചോദിക്കുക, ഏതെന്ന് അവനോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രായനായ യേശുവിനെ കുറിച്ച് തന്നെ. കേട്ടോ, നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അതിന്റെ 20-ാമത്തെ വാക്യം, അവനെ മരണവിധി കേൾപ്പിച്ചു ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാളാകുന്നു. നോക്കൂ, കാര്യം എന്താണെന്ന് കർത്താവ് തിരക്കിയപ്പോൾ അവർ പറയുക, നീ മാത്രം ഇതൊന്നും അറിഞ്ഞില്ലേന്ന്. ഇവർക്ക് മനസ്സിലായില്ല ഇത് കർത്താവാണെന്ന്. ഒന്ന് ചിന്തിച്ചേ ദൈവങ്ങളെ, ഇത് നീ മാത്രം അറിഞ്ഞില്ലേ? ഇപ്പൊ ഈ പ്രതികൂലമായ സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോവുക. നമ്മൾ ചിന്തിക്കണം, ഒരാൾ വന്നിട്ട് ചോദിക്കുക, എന്താ കൊറോണ എന്ന് ചോദിച്ചാലോ? എന്താ കൊറോണ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കല്ല വട്ടുണ്ടോ എന്ന് ചോദിക്കും. ലോകം മുഴുവനും കൊറോണ പടർന്നു വെച്ചിട്ട് നീ ചോദിക്കുക, എന്താ കൊറോണ എന്ന്? നിനക്ക് വല്ല വട്ടാണോ എന്ന് ചോദിക്കും. എന്ന് പറഞ്ഞതുപോലെയാ എൻ്റെ കർത്താവ് ഈ കൂടെ നടക്കുക. പക്ഷെ കർത്താവാണെന്ന് അവർക്ക് അറിയത്തില്ല. ഇവരുടെ കൂടെ യെരുശലേം മുഴുവനും ഭയപ്പെട്ട് ഇതൊക്കെ കണ്ട് പേടിച്ചിരിക്കുന്നതിൻ്റെ കൂടെ കർത്താവ് നടക്കുമ്പോൾ കർത്താവ് ചോദിക്കുക, എന്താ കാര്യം എന്ന്. അപ്പം അവർ ചോദിച്ചതിനൊക്കെ തെറ്റാണോ? നീ മാത്രമൊന്നും അറിഞ്ഞില്ലേ? അവർ ചോദിക്കുക. അപ്പം നമ്മൾ ചോദിച്ചതിൻ്റെ കാര്യം, വെറും പൊട്ടനാണോ നീ? എന്നെ ഇവിടെ ഒരു വിവരമില്ലേ എന്നുള്ള ചിന്തയിലായിരിക്കും അവർ ചോദിച്ചത്. ദൈവത്തിന് സ്തോത്രം. ദൈവങ്ങളെ, കാരണം വെള്ളിയാഴ്ച രാത്രിയിൽ എത്ര ഭയങ്കരമായ ഭൂകമ്പം അവിടെ ഉണ്ടായിന്നറിയാമോ? എത്ര വലിയ പ്രശ്നം അവിടെ ഉണ്ടായിന്നറിയാമോ? 6-ാം മണി മുതൽ 9-ാം മണി വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഇത്രയും വലിയ ഭീകരമായ അന്തരീക്ഷം, യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണമായ സംഭവങ്ങൾ അവിടെ നടന്നിട്ട് അന്ന് രാവിലെ സ്ത്രീകൾ ഓടിച്ചെന്ന് കല്ലറച്ചെന്ന് നോക്കിയതാ. അന്ന് രാവിലെ അവർ പറഞ്ഞു, കർത്താവിൻ്റെ ബോഡി അവിടെ ഇല്ല. ഉടനെ 2 ശിഷ്യന്മാർ ഓടി അവിടെ ചെന്ന് നോക്കി, കർത്താവിൻ്റെ ബോഡി അവിടെ ഇല്ല. ഈ വാർത്തകളൊക്കെ അവരുടെ കാതിൽ കേട്ട് ഭയങ്കരമായ ഭയാനകമായ അന്തരീക്ഷത്തിൽ അവർ പോകുന്നത്. ശിഷ്യന്മാർ, നീ മാത്രം ഒരുത്തിന് ഇതൊന്നും അറിഞ്ഞില്ലേ? ചോദിച്ചു ശരിയല്ലേ? നീ മാത്രം ഒരുത്തനാണ്. ഉടനെ കർത്താവ് ചോദിക്കുക, ഏത്? പിന്നെ കർത്താവ് ഏത് ചോദിക്കുക? നോക്കിക്കേ, വീണ്ടും കർത്താവ് അവരുടെ ഉള്ളിൽ നിന്ന് ചിലത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുക, പിടിച്ചെടുക്കാൻ. സ്തോത്രം. ചിലത് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് കർത്താവ് അങ്ങ് പിടിച്ചെടുക്കുക. ദൈവത്തിന് അവരുടെ ഉള്ളിലെ നിരാശ മാറിപ്പോകണം. ദൈവത്തിന് സ്തോത്രം. ചിലർ നമ്മൾ ചിന്തിക്കണം കേട്ടോ, ചിലർ സംസാരിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, സ്തോത്രം, എന്നിട്ട് അത് ശരിക്കും പറഞ്ഞ ഒരു ആക്റ്റീവ് ലിസണറാണ് അത്. എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത് കേൾക്കാൻ അങ്ങ് വളരെ ആകാംക്ഷയോടെ എന്തെന്നൊക്കെ ചോദിക്കുന്നത് കേട്ടല്ലേ? എൻ്റെ കർത്താവ് ശരിക്കും പറഞ്ഞ ഒരു ആക്റ്റീവ് ലിസണറാണ്. ഈ പകൽ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ എത്ര മണിക്കൂർ കർത്താവിനോട് സംസാരിച്ചാലും, നിങ്ങൾ എത്ര മണിക്കൂർ ഇരുന്ന് കർത്താവിനോട് പൊറുപൊറുന്ന് നിങ്ങൾ സംസാരിച്ചാലും എൻ്റെ കർത്താവിന് മുഷിപ്പുണ്ടാവത്തില്ല.
എൻ്റെ കർത്താവിന് മുഷിപ്പുണ്ടാവത്തില്ല. ഈ പകൽ വിശ്വസിച്ചോ, എത്ര ഒരു ദിവസം മുഴുവനും നമ്മളിപ്പോൾ ഒരു കാര്യം പറയാൻ വന്നിട്ടുണ്ട്. ഞാൻ പലപ്പോഴും സുജിയോട് പറഞ്ഞിട്ടുണ്ട്, കാര്യം പറയുമ്പോൾ അവളങ്ങ് ആദ്യം മുതൽ അവസാനം വരെ പറയും, ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു നിർത്തും എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പലർക്കും, നമ്മൾ മലയാളികൾക്ക് കേൾക്കാനേ ഇഷ്ടമല്ല. ഒന്ന് പറഞ്ഞങ്ങ് തീർക്ക്. സ്തോത്രം അല്ലേ? പറഞ്ഞു തുടങ്ങിയ നിർത്തത്തില്ല എന്നൊക്കെയാ. പക്ഷെ എൻ്റെ കർത്താവ് അങ്ങനെയല്ലെന്നാ പറഞ്ഞേ. അവൻ ആക്റ്റീവ് ലിസണർ, അവൻ കേൾക്കാൻ ഇഷ്ടമുള്ളവനാ. ഈ പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഞാൻ ഒരു കാര്യം പറയാം, എത്ര മണിക്കൂർ നീ ദൈവത്തോട് ഇടപെട്ട് സംസാരിച്ചാലും, നിന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞാലും, നിന്റെ ബുദ്ധിമുട്ടും നിന്റെ കഴിവുകേടും പറ്റിയ അബദ്ധമൊക്കെ പറഞ്ഞാൽ എൻ്റെ കർത്താവ് മുഷിയത്തില്ല. ഈ പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അവൻ ഇന്ന് പകലും കേൾക്കുന്ന ദൈവമാണ്. നിന്റെ വിഷയങ്ങളെല്ലാം ഷെയർ ചെയ്യുവാൻ, നിന്റെ വിഷയങ്ങളെല്ലാം കേൾക്കുവാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് അവരോട് കൂടെ നടന്നു. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവ് അവരോട് ചോദിക്കാൻ എന്താണ്? അവരോട് പറയുന്നു, കർത്താവ് അവരോട് ചോദിച്ചപ്പോൾ അവരുടെ സബ്ജക്റ്റ് തന്നെ കർത്താവാണ്. പക്ഷെ കർത്താവ് അവരുടെ കൂടെ നടക്കുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചിലർ സംസാരിക്കണമെങ്കിൽ അങ്ങോട്ട് ചില കാര്യങ്ങൾ പറയണം. സ്തോത്രം. ഞങ്ങൾ കൗൺസിലിങ്ങിന് ഞങ്ങൾ പഠിപ്പിക്കുന്നത്, ഞങ്ങൾ പാസ്റ്റേഴ്സ് ട്രെയിനിങ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ദിവസങ്ങൾ, ചില മാസങ്ങൾ കൗൺസിലിംഗ് സെക്ഷൻ പഠിപ്പിക്കാറുണ്ട്. വിവാഹത്തെക്കുറിച്ചൊക്കെ കൗൺസിലിംഗ് പഠിപ്പിക്കാറുണ്ട്. വിവാഹത്തിന് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിൽ തന്നെ, വിവാഹം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരാളെ തിരഞ്ഞെടുക്കേണ്ടത്, അത് ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നതിനേക്കാൾ ഉപരിയായി ദൈവവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് തക്ക തുണയാണ് ദൈവം ഒരുക്കുന്നത്, തക്ക തുണയാണ്. അതൊക്കെ നമ്മൾ എല്ലാം ഞങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അത് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് വരേണ്ട, കൂടെ നിൽക്കേണ്ട ആൾ ആരാണെന്നൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവ മക്കൾ അത് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. സ്തോത്രം. നമുക്ക് എല്ലാം അങ്ങനെ എല്ലാം യോജിക്കത്തില്ല. ദൈവം തക്കതായിട്ട് യോജിപ്പിക്കുന്നത്, മനസ്സിലായോ? സ്തോത്രം. അത് എന്തിനാ? അന്ത്യത്തോളം എടുത്ത് മാറ്റാവുന്നതല്ല. അതുകൊണ്ട് അന്ത്യത്തോളം, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നീ വിശ്വസ്തരായിരിക്കണം. അത് കണ്ട് കർത്താവ്, ഞാൻ പറയാം, കൗൺസിലിംഗ് സെക്ഷനിൽ ഒത്തിരി ആളുകളോട് സംസാരിക്കാനൊക്കെ നമ്മൾ പറയുമ്പോൾ അവരുടെ നിന്ന് കേൾക്കാനായിട്ടാണ് നമ്മളോട് ഒത്തിരി പഠിപ്പിക്കുന്നത്. ആളുകളുടെ വിഷമങ്ങൾ കേൾക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാകണം. അപ്പോൾ നീ മാത്രമേ അറിയാതിരിക്കുന്നത് എന്തിനാ? ഞങ്ങൾ ഒത്തിരി പ്രതീക്ഷിച്ചു. 21-ാമത്തെ വാക്യത്തിൽ പ്രധാന വാക്യം അതാണ് അവിടെ പറയുന്നത്. 21-ാമത്തെ വാക്യം അല്ലേ? ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു, ഞങ്ങൾ ആശിച്ചിരുന്നു. പക്ഷേ വീണ്ടെടുപ്പാൻ വന്നവനെ അവർ ക്രൂശിച്ചു. ഞങ്ങൾ ഒത്തിരി പ്രതീക്ഷിച്ചാണ് ഇരുന്നത്. അവനൊന്നും ചെയ്യാതെ അവൻ അവസാനിച്ചു പോയി. പിന്നെ പ്രതീക്ഷ നഷ്ടപ്പെടാതിരിക്കുമോ? നിരാശ വരാതിരിക്കുമോ? ഞങ്ങൾ ലാസ്റ്റ് നിമിഷം വരെ ചിന്തിച്ചു. ലാസ്റ്റ് നിമിഷം അവനെ ആണിയടിക്കുവാനായിട്ട് ക്രൂശിലേക്ക് കയറ്റിയപ്പോൾ ആണി പറച്ചിറങ്ങി വന്ന് റോമാ ഗവൺമെന്റിനെ തകർക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ അതും പ്രതീക്ഷ വിട്ടുപോയി. നമ്മളൊക്കെ ഉണ്ടല്ലോ ലാസ്റ്റ് നിമിഷം വരെ, അല്ലേ? ആണി പറയ്ക്കുന്ന കർത്താവ്, പക്ഷെ ആണിയും പറച്ചില്ല. അവൻ യഹൂദന്മാരെ രക്ഷിക്കും, റോമാ സാമ്രാജ്യം അവരെ വിടുവിക്കും എന്നൊക്കെ വിചാരിച്ചു. നടന്നില്ല. സ്തോത്രം. ഇമ്മീഡിയറ്റ് വിടുതൽ അവർ പ്രതീക്ഷിച്ചത്, പക്ഷെ നടന്നില്ല. നമ്മൾ പലപ്പോഴും നമ്മളും പ്രതീക്ഷിക്കാറുണ്ട്, പെട്ടെന്ന് എനിക്ക് വിടുതൽ കിട്ടണം, അല്ലേ? ഇമ്മീഡിയറ്റ് വിടുതൽ. ദൈവമക്കളെ, ബൈബിൾ ഒരിക്കലും ഇമ്മീഡിയറ്റ് വിടുതലൊന്നും പഠിപ്പിക്കുന്നില്ല. പക്ഷെ തന്നിട്ടുണ്ട്, ഉടനെ വിടുതൽ ദൈവം തന്നിട്ടുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വിടുതലൊന്നും ബൈബിൾ പൂർണ്ണമായിട്ട് പഠിപ്പിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ചിലത് ഒരു പ്രോസസ്സിലൂടെ ദൈവം കടത്തിവിടും നമ്മളെ. ചില വിഷയങ്ങൾ ലോങ് ടൈം നമുക്ക് കടന്നു പോകേണ്ടി വരും ചില വിഷയങ്ങളിലൂടെ. സ്തോത്രം. പക്ഷെ ഇന്ന് രാത്രി ദൈവം വിടുതൽ തരുന്ന വിഷയങ്ങളുണ്ടാകാം. സ്തോത്രം. അത് ദൈവങ്ങളെ ഇന്ന് ഒരു പക്ഷേ ഈ സമയത്ത് തന്നെ ഞങ്ങളൊക്കെ ഭാഷാ ശൈലിയിൽ പറയാറുണ്ട്, ഇപ്പോൾ വിടുതൽ നടക്കട്ടെ എന്നൊക്കെ പറയാം. അത് ഭാഷയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ദൈവം ഒറ്റ രാത്രി കൊണ്ട് വിടുവിച്ചിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പഴയ നമ്മൾ പഠിക്കും, യാക്കോബിനെ പേര് മാറ്റിയെടുത്തത് ഒറ്റ രാത്രി കൊണ്ടാ. ഒരു സൂര്യൻ അസ്തമിച്ച് ഉദിക്കുന്നതിന് മുമ്പ് അവരുടെ പേര് മാറ്റിയെടുത്തത്. പ്രൈസ് ദി ലോർഡ്. ദൈവങ്ങൾ ചിന്തിക്കണം. ഉണങ്ങിയ വടി തളിർത്ത് ഫലം കായ് വന്ന് ഫലം കായ്ച്ചത് ഒറ്റ രാത്രി. ഒരു സൂര്യൻ അസ്തമിച്ച് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഒറ്റ രാത്രി കൊണ്ടൊക്കെ നടന്നിട്ടുണ്ട്. ഒറ്റ രാത്രി കൊണ്ടാണ് ഇസ്രായേൽ മക്കളെ വിടിവിച്ചത്. ഒറ്റ രാത്രി കൊണ്ടാണ് ചെങ്കടൽ വിഭാഗിച്ചത്. ഇല്ലെന്നൊന്നും പറയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് ഒരു രാത്രി കൊണ്ടും ഒരു വാക്കുകൊണ്ടും ഒക്കെ കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്നും അത് പ്രതീക്ഷിക്കരുതെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ മാത്രം പ്രതീക്ഷിച്ചിരിക്കുക,
അങ്ങനെ പ്രതീക്ഷ നിരാശ വന്നു പോകും. ചിലത് ചില പ്രോസസ്സിലൂടെ ദൈവം കടത്തിവിടും. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് പിന്നാലെ ദൈവദാസൻ ശുശ്രൂഷിക്കാനുണ്ട്. കർത്താവ് ഈ രോഗത്തിൻ്റെ വേരി ഇപ്പോൾ മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞിട്ട് മാറാത്തത് എന്താ? ഞങ്ങളൊക്കെ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, പലരെയും സൗഖ്യമാക്കിയിട്ടുണ്ട്. എങ്കിലും ഒരു നിരാശയൊന്നുമില്ല. കാരണം ഞാനല്ലല്ലോ സൗഖ്യം കൊടുക്കുന്നത്. സ്വോത്രം, എനിക്കൊരു പേടിയില്ല. 100 രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും സൗഖ്യമായില്ലെങ്കിൽ 101-ാമത്തെ തന്നെ തല കൈവയ്ക്കും ഞാൻ. സ്വോത്രം. കാരണം എൻ്റെ അല്ല സൗഖ്യം, ദൈവമാണ് സൗഖ്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു പേടിയുമില്ല. ഞങ്ങളെ പഠിപ്പിച്ചത് അത് തന്നെയാണ്. സൗഖ്യം തരുന്നത് നീയല്ല, സൗഖ്യം കൊടുക്കുന്നത് നീയല്ല, ദൈവമാ സൗഖ്യം കൊടുക്കുന്നത്. അതുകൊണ്ട് നീ പ്രാർത്ഥിച്ചാൽ മതി. വിടുതൽ ദൈവത്തിന്റെ പക്കലുണ്ട്. ഞങ്ങൾ പല വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, അവർ പെട്ടെന്ന് സൗഖ്യമാകുന്നതും കണ്ടിട്ടുണ്ട്. പല വിഷയത്തിന് വിടുതൽ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ വിഷയത്തിന് വിടുതൽ തരാത്തതുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാ എൻ്റെ വിഷയത്തിന് മാത്രം വിടുതൽ തരാത്തത്? പലർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, സൗഖ്യമാകുന്നുണ്ടല്ലോ, പലരുടെ വിഷയത്തിന് വേണ്ടി മാറുന്നുണ്ട്. പക്ഷെ എൻ്റെ വിഷയം എന്താ? പക്ഷെ ആ പ്രോസസ്സിലൂടെ പാസ്റ്റർ ഡെന്നി കടന്നു പോകണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ ആ പദ്ധതി തച്ചുടയ്ക്കാൻ ഒരുത്തനും കഴിയത്തില്ല. ഈ പകൽ ഞാൻ ഒരു കാര്യം പറയാ, നിങ്ങളുടെ നിരാശ മാറാനായി ചില പ്രാർത്ഥനയ്ക്ക് ഉടനെ മറുപടി കിട്ടിയില്ലെന്നും പറഞ്ഞ് ഭാരപ്പെടരുത്. ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ചില ലോങ് ടൈമിലൂടെ ഇവിടെ നിരാശപ്പെടാൻ കാരണം എന്താ? ഇവിടെ തർക്കിക്കാൻ കാരണം എന്താ? ഇവിടെ വാദിക്കാൻ കാരണം എന്താ? അവർ വളരെ പ്രതീക്ഷിച്ചു, കർത്താവ് വേഗം രാജ്യം സ്ഥാപിക്കും, ഞങ്ങളെ പെട്ടെന്ന് വിടിവിക്കും, ഞങ്ങളെ പുറത്തു കൊണ്ടുവരും, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കും. ഇതവർ വളരെ പ്രതീക്ഷിച്ചു. അടുത്ത മാസം നടക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ച് വന്നത്, പക്ഷെ നടന്നില്ല. പലരുമായി സംസാരിക്കുമ്പോഴൊക്കെ കേണുന്ന സഭയിൽ വന്നത്, ആരാധനയ്ക്ക് വന്നത്, ഈ വിഷയമൊക്കെ നടക്കുമെന്ന് വെച്ചാൽ നടന്നില്ല. പക്ഷേ നിരാശപ്പെട്ടു പോകരുത്. ചിലത് താമസിച്ചാലും ദൈവം പ്രവർത്തിക്കും. ഇതിൻ്റെ നടുവിലും ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ള ബോധ്യം എനിക്കുണ്ടാകണം. എന്താ വിശ്വാസം നമുക്കുണ്ടാകണം ദൈവമക്കളെ. ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരൻ വരുമെന്ന് പ്രതീക്ഷിച്ചു ഇത് നടന്നില്ല. ശരിക്കും ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിനും കർത്താവാ കൂടെ നടക്കുന്നത്. പക്ഷേ യേശു ഫസ്റ്റ് വരവിൽ തന്നെ വിടുവിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചത്. പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടാ അവർ മുൻപോട്ട് പോയി. എന്നിട്ട് പറയുന്നു, ഞങ്ങളും ചില സ്ത്രീകളും കല്ലറയിൽ പോയി നോക്കി, അവർ ഉയർത്ത് എന്ന പുതിയ വാർത്ത വന്നിരിക്കുന്നു. ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ കൂടെ 2 സഹോദരന്മാരും പോയി തിരക്കി, ബോഡി ഇല്ല, ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം അവരോട് പറഞ്ഞ് കൂടെ നടക്കുന്ന യേശുവിനോട്. പക്ഷെ അവർക്ക് മനസ്സിലായില്ല. 26-ാമത്തെ വാക്യം വായിച്ച് ഞാൻ നിർത്താം. 26-ാമത്തെ വാക്യം. കർത്താവ് വിളിച്ച് മന്ദബുദ്ധികളെ എന്ന കർത്താവ് എന്നാ ചെയ്തതെന്നറിയാമോ? മനസ്സ് തകർന്നിരിക്കുന്നവരെ, വേദനിച്ച് നടക്കുന്നവരെ, നിരാശപ്പെട്ട് നടക്കുന്നവരെ കർത്താവ് എന്താ ചെയ്തത്? ആദ്യം കൊടുത്ത മരുന്ന് ദൈവത്തിന്റെ വചനമാണ്. ദൈവമക്കളെ, ഏത് വാക്കിനേക്കാൾ ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. ഈ പകൽ മനസ്സ് തകർന്നിരിക്കുന്നവർക്ക്, നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് സാന്ത്വനമായി ദൈവത്തിന്റെ വചനമുണ്ട്. കലങ്ങിയിരിക്കുന്നവർക്ക്, കാരണം കർത്താവ് ചോദിക്കുകയാണ്, മനസ്സ് കലങ്ങിപ്പോകുന്ന കർത്താവിന് കൊടുക്കുന്ന വചനം. പ്രവാചകൻ പറഞ്ഞത് എന്താ വിശ്വസിക്കാത്തത്? കാരണം അവർക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. പ്രവാചകൻ പറഞ്ഞിരുന്നു ഇത് സംഭവിക്കുമെന്ന്. അവര് വിചാരിച്ചിരുന്നത് ക്രൗൺ വെച്ച് വരുന്ന രാജാവിനെയാ, ക്രോസ് ചുമക്കുന്ന യേശുവിനെ അവർ കണ്ടില്ല. പ്രവാചകനോ പ്രവചിച്ചതാ, യെശയ്യാവിലൊക്കെ പ്രവചിച്ചതാ. പക്ഷെ മരിക്കുവാൻ പോകുന്ന, ക്രൂശ് ചുമന്നുകൊണ്ട് പോകുന്ന യേശുവിനെ കാണാൻ പറ്റിയില്ല. പ്രൈസ് ദി ലോർഡ്. 2 പേർക്ക് ശരിക്കും പഴയ നിയമമൊക്കെ അറിയാവുന്നവരാ, ചുമ്മാ ഒരു വിവരമില്ലാത്തവരാ എല്ലാട്ടായി കൂടെ പോകുന്നത് ശിഷ്യന്മാര്. പ്രവാചകന്മാർ പറഞ്ഞ വചനം തെളിയിച്ചു, അതവർക്ക് വെളിപ്പെടാത്ത പോയി. കർത്താവിന്റെ മഹത്വം വെളിപ്പെട്ടു, കർത്താവിന്റെ കഷ്ടത വെളിപ്പെട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ആത്മീയഗോളത്തിലൊരു പരാജയമാണ് ഞാൻ പറയുന്നേ. പലരെയും ഇട്ട് കുലുക്കി തുള്ളിച്ചാടിച്ചും ആളുകൾ പറഞ്ഞു വിടുമ്പോൾ കർത്താവിന്റെ മഹത്വം പറഞ്ഞു വിടുക, കഷ്ടത അവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. എൻ്റെ കർത്താവ് കഷ്ടമേറ്റതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിരാശപ്പെട്ടു പോയ എത്ര പേരുണ്ടെന്നറിയാമോ? ഭയങ്കര ഇളക്കി മറിച്ച്. ഇപ്പൊ സഭയിലെ 1-2 സഹോദരന്മാരൊക്കെ പറയണത്, ഞങ്ങളുടെ പിന്മാറ്റം പോലെയായി ഞങ്ങളുടെ ആത്മീയ ജീവിതം. ചുമ്മായിട്ട് പ്രവചിച്ചും തവിട് പൊടിയാക്കി മനുഷ്യനെ. ഈ പകൽ ഞാൻ ഒരു കാര്യം പറയും, നിങ്ങളോടുള്ള ദൂത് മുഴുവൻ ദൈവത്തിന്റെ വചനത്തിലുണ്ട് കേട്ടോ. ദൈവത്തിന്റെ വചനത്തിലുണ്ട്. ദൈവം നിങ്ങളോട് ഇടപെടാൻ ഒരു പ്രവാചകനോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നില്ല. അന്ന് വിശ്വസിച്ചാൽ മതി. പിന്നെ എന്തിനാന്ന് ചോദിച്ചുകൊണ്ട് പോകണ്ട. നീ വചനം എടുത്ത് വായിച്ചാൽ മതി.
വചനം എടുത്ത് വായിച്ചാൽ മതി, ദൈവം നിന്നോട് സംസാരിക്കും. ക്രമീകരിക്കപ്പെടേണ്ട മണ്ഡലം ദൈവം നിനക്ക് പറഞ്ഞു തരും. ഈ പകൽ പ്രവചനത്തിന്റെ മുമ്പാകെ പോയി തകർന്നവരെ ചരിത്രം എനിക്കറിയാം. ചിലരുടെ ജോലി നഷ്ടപ്പെട്ട എനിക്കറിയാം. പ്രവാചകൻ പറഞ്ഞു ജോലി വിടാൻ പറഞ്ഞു, വിട്ടു. ഇപ്പൊ എവിടെയാ? ഇപ്പൊ ഒന്നുമില്ല. പിന്നെ നോക്കിയപ്പോ ഒരു കാര്യമില്ല. ഗവൺമെന്റ് ജോലി, മനോരമയിൽ ജോലി ഉണ്ടായിരുന്ന ഒരാളോട് ഒരു അമ്മച്ചി ഒരു ദൂത് പറഞ്ഞു, പെട്ടെന്ന് ജോലി വിട്ടു. മനോരമയിൽ നല്ല ജോലി. ആൾക്കാർ വെച്ച് നിങ്ങൾക്ക് വല്ല വട്ടുണ്ടോ? സ്തോത്രം. നിങ്ങൾക്ക് മനോരമയിൽ ജോലി ചെയ്തുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യാലോ. ജോലി വിട്ടു. ഞാൻ പറയട്ടെ, ജോലി വിടാൻ ദൈവം ഇടപെട്ടാൽ ദൈവം നിന്നോട് സംസാരിക്കും. പിന്നെ ഒരു പ്രയാസം ഉണ്ടാവത്തില്ല. ഇത് പ്രവാചകൻ പറഞ്ഞ് ജോലിയും വിട്ട് പിന്നെ വേറൊരു പരിപാടിയില്ല. പിന്നെ പുള്ളിക്കാരൻ ഒരു ഓട്ടോറിക്ഷ മേടിച്ചു, അതും പോയി ഓട്ടോറിക്ഷ ഓടിക്കാൻ പോവുക. എന്ത് വിവരക്കേടാ മനുഷ്യൻ കാണിക്കുന്നേ. ഈ പകൽ നീ ചോദിക്കണമെന്ന്, മുട്ടുമടക്കണമെന്ന്. ഇന്ന് പകൽ ഫാസ്റ്റ് ഫുഡ് മാത്രം മേടിച്ച് തിന്നാതെ മുട്ടുമടക്കിയിട്ട് ചോദിക്കണം, ഇതിന്റെ നടുവിൽ നിനക്ക് എന്നോട് ഇടപെടാനുണ്ടോ, എന്നോട് സംസാരിക്കണമെന്ന് പറയണമെന്ന്. ഈ പകൽ ഞാൻ അതാ പറഞ്ഞ, ഇതിന്ന് ചോദിക്കണമെന്ന്, എന്നോട് സംസാരിക്കണം. എന്റെ മുഖത്ത് നോക്കി ചിലർ പറയുന്ന ദൂത് മാത്രമല്ല, എന്നോട് ഇടപെടണം. ഈ വചനം മുഴുവനും ദൂതാ നിന്നോട്. ഈ പകൽ മാനസാന്തരപ്പെടേണ്ടവരോ ഇതിൽ നോക്കി മാനസാന്തരപ്പെട്ടോളണം. അതുകൊണ്ട് ആ സുവിശേഷം ഞങ്ങൾ പലരോടും പറയാറുണ്ട്. സുവിശേഷം പറഞ്ഞിട്ട് മാനസാന്തരപ്പെട്ടില്ല ഞങ്ങൾക്ക് വിഷയമില്ല. കാരണം ഇത് നിന്റെ മുമ്പിൽ തന്നിരിക്കെ വേണമെങ്കിൽ നീ രക്ഷിക്കപ്പെട്ടോളണം. ഗുണപ്പെടാനുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെടുത്ത് നീ വായിച്ച് നീ ഗുണപ്പെട്ടോളണം. ഇത് ദൈവത്തിന്റെ പദ്ധതിയാ. അവിടെ ഇവിടെ നോക്കി ആരെ നോക്കിയൊന്നും പോകാൻ പറ്റത്തില്ല. പോകുന്നെങ്കിൽ നീ കർത്താവിനെ നോക്കി പോക്കോളണം. സ്തോത്രം. വീണ് കിടക്കുന്ന പലരെയും കണ്ടു കേട്ടോ. ഹല്ലേലൂയ. കെ എബ്രഹാം പാടിയതുപോലെ സ്തോത്രം. ഒരു കാലത്ത് മിന്നി മിളങ്ങിയ മിന്നി വിളങ്ങി നിന്നവരൊക്കെ പട്ടുപോയ പോർക്കളത്തിലാണ് നീ ഓടുന്നത്. പക്ഷെ നിന്റെ ഓട്ടത്തിന്റെ വേഗത കുറയുമ്പോൾ കർത്താവിനെ ഞങ്ങൾ ധ്യാനിക്കണം. എന്നിട്ട് നീ ഓടിക്കൊള്ളണം. അവൻ ഒരിക്കലും അപമാനം അലക്ഷ്യമാക്കി തന്നെത്താൻ ക്രൂശിൽ സഹിച്ച എന്റെ കർത്താവ് ഓടി തീർത്തവനാ. എന്റെ കർത്താവ് അവിടെ നിന്ന് നിന്നെ നോക്കുന്നുണ്ട്. ഇന്ന് പകൽ പറയട്ടെ, ആ കർത്താവിനെ നീ നോക്കണ്ടേ. ഇന്ന് പകൽ എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. നിരാശപ്പെട്ടവരോട് കൂടെ ഞാൻ ഇതിന്റെ ബാക്കി പിന്നീട് ശുശ്രൂഷിക്കാം. ഈ പകൽ പറയട്ടെ, നമ്മൾ കാണാത്ത കാര്യമുണ്ട് കേട്ടോ. എല്ലാ മഹത്വത്തിന്റെയും പിന്നില് ചിലർ ചോദിക്കാറുണ്ട്, പാസ്റ്റർ എല്ലാം ഉണ്ടല്ലോ, ഇപ്പൊ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ, ഇറങ്ങിയപ്പോൾ തന്നെ കിട്ടിയതാണോ? അങ്ങനെയൊന്നും അല്ലെന്ന്. ഇതിൻ്റെയൊക്കെ പുറകിൽ ഒത്തിരി കഷ്ടത ഏറ്റിട്ടുണ്ടെന്ന്. സ്തോത്രം. നമ്മൾ ചിന്തിക്കും ചില ദൈവാസന്മാരൊക്കെ നല്ല വാഹനത്തിലും നല്ല വീട്ടിലൊക്കെ പാർക്കുമ്പോൾ അവരുടെ പുറകിലുള്ള ചരിത്രം നമ്മൾ പഠിക്കണം കേട്ടോ. ഒരു നേരത്തെ ആഹാരത്തിനും ബുദ്ധിമുട്ടിയും മുന്നോട്ട് പോകാൻ വഴിയില്ലാതെ വഴിയടഞ്ഞ് നിരാശപ്പെട്ടും നിന്ദിക്കപ്പെട്ടും അപമാനം സഹിച്ചും പോയ എത്രയോ ഭക്തന്മാരുണ്ടെന്നറിയാമോ? അവരെ ഇപ്പോഴത്തെ രീതി കണ്ടൊന്നും മാർക്കിടരുത്. ഈ പകൽ ഞാൻ ഒരു കാര്യം പറയാ, ദൈവത്തെ സ്തുതിക്കുകയാണ്. നീ ഒരു മഹത്വം വെളിപ്പെടുമ്പോൾ തന്നെ അതിന്റെ അപ്പുറത്തൊരു കഷ്ടത ഒളിഞ്ഞിരിപ്പുണ്ട്. ചില കഷ്ടതയിലൂടെ പോയവരെ ചില മഹത്വത്തിലെത്തത്തുള്ളൂ. കണ്ണുകടയ്ക്കാം. അവർക്ക് വെളിപ്പെട്ടത് ഗ്ലോറിയാണ്, അവർക്ക് വെളിപ്പെട്ടത് ക്രൗണാണ്. എന്നാൽ അവർക്ക് സഫറിങ്ങും അവർക്ക് സ്തോത്രം ക്രൂസുമൊന്നും വെളിപ്പെട്ടില്ല. എന്നാൽ ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം പറയാം, ക്രൂശ് ചുമക്കുന്ന കർത്താവിനെ അവർ കണ്ടില്ല. മഹത്വവാനായ കർത്താവിനെ അവർ കണ്ടു, രാജാവായി വരുന്ന കർത്താവിനെ അവർ കണ്ടു. പക്ഷെ ഇവരെ ഹല്ലേലൂയ ക്രൂശ് ചുമക്കുന്ന കർത്താവിനെ കാണാൻ പറ്റിയില്ല. ഈ പകൽ പറയട്ടെ, നമ്മുടെ ജീവിതത്തിലും ഏതൊക്കെ പ്രതീക്ഷിച്ചാലും വചനമായ മായമില്ലാത്ത പാല് അല്ലേ, സ്തോത്രം, പഥ്യവചനം, ഇതിനെ ആശ്വസിപ്പിക്കുന്ന. നിരാശയുണ്ടെങ്കിൽ, പ്രയാസപ്പെട്ട ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളോട് ഞാനൊരു മരുന്ന് പറയാം. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഈ വചനം എടുത്ത് നീ തുറന്നിട്ട് പ്രാർത്ഥിച്ചോ. നിന്റെ നിരാശ ഏതീ കട പോയിന്ന് പറയത്തില്ല. ഈ പകൽ വചനം ധ്യാനിക്കണം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആനന്ദിക്കും. ഇത് മുഴുവനും നിന്നോടുള്ള ദൂത. ഇതിലൊന്നും ഞാൻ കുറയ്ക്കാനോ കൂട്ടാനോ പോകണ്ട. ഇതിൽ നിന്നോട് സംസാരിക്കാനുണ്ട്. നീ നിരാശപ്പെടുന്ന വിഷയത്തെ എടുത്തു മാറ്റാൻ ഈ വചനത്തിന് കഴിയും. വചനം ഭക്ഷിക്കുക, നിരാശ മാറും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. വചനം കേട്ട ശിഷ്യന്മാർ അതിൻ്റെ അകത്തേക്ക് മുന്നോട്ട് വരുമ്പോൾ അറിയാം, അവരുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നെന്നാ. ഉള്ളം കത്തിക്കൊണ്ടിരുന്നു. ചിലർ പറയും പഴയ നിയമം ഒന്നും വായിക്കണ്ട, എല്ലാം പുതിയ നിയമമായി. കർത്താവ് തന്നെ വ്യാഖ്യാനിച്ചത് പഴയ നിയമമാണ് കേട്ടോ. സ്തോത്രം. ഇപ്പോൾ പഴയ നിയമം വേണ്ടെന്നൊന്നും ആരും ചിന്തിക്കരുത്. ചിലർ പറഞ്ഞാൽ വേണ്ടെന്നാണ് പറയുന്നത്. സ്തോത്രം.
വേണ്ടെന്നൊന്നുമല്ല, അത് വേണം. അത് നിഴലും ഇത് പൊരുളുമാണ്. അതുകൊണ്ട് ആ വചനത്തെ ധ്യാനിക്കണം. കർത്താവ് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. എൻ്റെ ചിന്ത ഉൽപ്പത്തി പുസ്തകം മുതൽ തുടങ്ങിക്കാണും. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തകലെ തകർക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കാണും. അവർക്ക് പറഞ്ഞപ്പോൾ അവരുടെ ഉള്ളം കത്തിയെന്ന് അതിൻ്റെ അടിയിലേക്ക് വായിക്കുമ്പോൾ അത് പിന്നീട് നമുക്ക് ചിന്തിക്കാം. ഈ പകൽ കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ തന്നെ സമർപ്പിക്കും. എല്ലാ കണ്ണുകളും അടച്ച് ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ കേട്ട വചനത്തിന് മുമ്പാകെ ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. നമ്മുടെ സഹോദരൻ ബൈജു ബ്രദർ ഇപ്പോൾ പ്രാർത്ഥിക്കും. ഹിന്ദിയിൽ അല്പസമയം ദൈവത്തിൻ്റെ വചനം നമ്മൾ സംസാരിക്കുവാനായിട്ട് നമ്മുടെ ജിബു ബ്രദർ ആൻഡ് ഷാലിസ്റ്റൻ്റെ പിതാവ് എം തോമസ് നമ്മുടെ മധ്യത്തിലായിരിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ നമ്മുടെ മധ്യത്തിൽ ദൈവവചനം അല്പസമയം ഹിന്ദിയിൽ സംസാരിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവമേ, എന്നോട് സംസാരിക്കണം. ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും. അവസാനം നമുക്ക് ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കുകയും ചെയ്യാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. हालेलुया, हालेलुया। जल्दी आने वाला प्रभु यीशु मसीह के नाम से सबको जय मसीह। फिर से एक बार आप लोगों के बीच में प्रभु का सन्निधि में खड़े होने के लिए प्रभु सुंदर अवसर दिया, इसलिए मैं प्रभु को धन्यवाद करते हैं। ये गाना का चांस गाना चाहते हैं आप लोग, मालूम है तो साथ में गा सकता है। जय देने वाले प्रभु यीशु को कोटि कोटि धन्यवाद। जय देने वाले प्रभु यीशु को कोटि कोटि धन्यवाद। जीवन देने वाले प्रभु यीशु को जीवन भर धन्यवाद। जीवन देने वाले प्रभु यीशु को हालेलुया, हालेलुया गाएंगे, आत्मा से भर कर गाएंगे। हालेलुया, हालेलुया गाएंगे, आत्मा से भर कर गाएंगे। यीशु जिंदा है, वो आने वाला है। यीशु जिंदा है, वो आने वाला है। मुक्ति देने वाला प्रभु यीशु को कोटि कोटि धन्यवाद। प्रभु यीशु को जीवन भर धन्यवाद। छुटकारा देने वाले प्रभु यीशु को कोटि कोटि धन्यवाद। सामर्थ देने वाले प्रभु यीशु को जीवन भर धन्यवाद। हालेलुया, हालेलुया गाएंगे, पासे भर करो गाएंगे। हालेलुया, हालेलुया गाएंगे, हालेलुया गाएंगे। यीशु जिंदा है, वो आने वाला है। यीशु जिंदा है, वो आने वाला है। प्रभु का धन्यवाद हो। हमारा प्रभु जयवंत परमेश्वर, मुक्ति देने वाला परमेश्वर, छुटकारा देने वाला परमेश्वर, चंगा करने वाला परमेश्वर को लाख लाख धन्यवाद चढ़ाएगा तो भी पूरा नहीं होता है, क्योंकि
हमारे प्रभु सामर्थ्य परमेश्वर, आनंद के साथ परमेश्वर के सन्निधि में हमें आराधना करना है। अभी तक हमें सहायता किया, इसलिए मैं प्रभु को धन्यवाद करते हैं। प्रभु को दास दिया हुआ समय नहीं मालूम कितना समय है, प्रभु का धन्यवाद हो। प्रभु दिया समय के अंदर खत्म करने के लिए कोशिश करूंगा। आप लोग प्रार्थना करें, अपनी इच्छा नहीं, प्रभु का इच्छा के अनुसार प्रभु का वचन बोलने के लिए एक सुंदर अवसर प्रदान किया, इसलिए मैं प्रभु को धन्यवाद देते हैं। प्रभु का दास को भी नंदी देता हूं। यहाँ जितने लोग बैठे सब मेरा परिचित है, कुछ कुछ लोग 10% लोग नया दिख रहे, मैं इसलिए प्रभु को धन्यवाद करते हैं। मेरा ज़्यादा गवाही बोलना उचित नहीं होगा, समय कम है। यदि समय में गवाही बोलूं, आज दिन भर बोलने से भी पूरा नहीं होगा। ऐसी गवाही हमारा बीच में, इसलिए मैं प्रभु को धन्यवाद करते हैं। क्योंकि मैं जहां मलयाली नहीं है, क्रिश्चियानी नहीं है, ऐसी जगह जोली करने के लिए गए थे। मैं प्रभु को धन्यवाद देता हूं। हम लोग अपनी बाल बच्चा के साथ बैठ के आराधना करें। 10 साल आराधना के शेष हम प्रार्थना किया, एक विश्वास हमारा साथ प्रार्थना करने के लिए, मिलने के लिए प्रभु से विनती की। प्रभु हमारे विनती को सुने। कई सालों से रोगी होकर बिस्तर में पड़े हुआ एक व्यक्ति को 1 गिलास पानी प्रार्थना करके दिया, प्रभु पूर्ण चंगाई किया है। जातियों के बीच में प्रभु जल्दी काम करता है, इसलिए हम इसका अंदर बैठ के आराधना करने से नहीं समय, हमको बाहर भी थोड़ा निकलना है। ये प्रभु हमें सौंपा हुआ कार्य, दूसरों के लिए प्रार्थना करना है, उसको भजन बताना है, हमारा जीवन में क्यों भगारों को दूसरों तक पहुंचाना है। हम बजने से नहीं, औरों को भी बचाना है। मैं प्रभु को धन्यवाद करता हूं। हमारे आवाज बाहर भी नहीं जा रहे, पूरा बंदोबस्त किया है। मैं प्रभु को धन्यवाद करते हैं। हम खुला दरवाजा खुला करके हम आराधना करते हैं, क्योंकि प्रभु दिया हुआ आशीष, उसका करुणा दूसरों तक पहुंचाना है। हम हमारा पड़ोस में भी ध्यान लगाना है। अन्य जाति करके डरने का नहीं है, भले जान भी देना पड़े, कभी प्रभु को नहीं छोड़ूंगा करके वायदा करते हुए उनके सन्निधि में उनको जीवन बिताना है। प्रभु दिया तालंत दूसरों तक की बांटना है। इसलिए मैं प्रभु को धन्यवाद करते हैं, क्योंकि परमेश्वर के वचन में 2-4 पद पढ़ कर मैं समाप्त करूंगा। क्योंकि हमें ज्योति का संधान बना के इस जगह में रखा है, अंधकार में बहुत लोग पड़ा है। मैं प्रभु को धन्यवाद करते हैं। हम जहां रहता है, मेरा घर से आराधना शुरू किया है, अभी करीब 50 गांव में परमेश्वर का सेवा चल रहा है। हमारे परिवार के द्वारा शुरू किया आराधना है, क्योंकि हमारे जिला में हम शुरुआत पहले किया है। मैं प्रभु को धन्यवाद करते हैं। हमारा कोई सामर्थ्य नहीं है, प्रभु का काम। हम सोचने से बढ़कर हमसे करने वाला सामर्थ्य प्रभु हमारा संग और साथ, क्यों डरना है। इसलिए मैं प्रभु को धन्यवाद करते हैं। परमेश्वर के वचन से व्यवस्था विवरण आवर्तन पुस्तक 11 का पहला पद पढ़े। प्रभु का धन्यवाद हो। इसलिए तुम अपना परमेश्वर यहोवा के अत्यंत प्रेम
रखना, और जो उसने तुझे सौंपा है उसका अर्थात उसका विधियों, नियमों और आज्ञाओं को नित्य पालन करना है। इतवार को भर नहीं, नित्य सदा समय, हर समय परमेश्वर का धन्यवाद का बलिदान चढ़ाना है। 34 भजन संहिता 34 का पहला पद में क्या लिखा है? परमेश्वर का धन्यवाद हर समय, करारी समय नहीं। जहां भी अपन नौकरी करता है, स्कूल में पढ़ता है, हर जगह परमेश्वर का धन्यवाद का बलिदान चढ़ाने के लिए परमेश्वर कह रहे हैं। यही हमें मौका देता है। यदि मौका मिलता है, मौका का फायदा भी उठाना है। इसलिए हम प्रभु को धन्यवाद करते हैं। हमारा परिवार का जीवन के द्वारा हजारों लोग रक्षा प्राप्त किया है। हम कई सालों से इस आलय में बढ़ के प्रभु का आराधना कर रहे हैं। एक भी व्यक्ति हमारे बीच में आया कि हमको परिशोधना, जांचना है। हम बचने से नहीं, औरों को बचाना है। प्रभु का धन्यवाद। हम प्रार्थना करने से नहीं होगा। प्रभु के पास जाएगा, पूछेगा कितना फल लाया है, क्योंकि फल फलने वाला वृक्ष बनना है। वृक्ष को देकर पहचानते थोड़ी है, फल को देकर पहचानता है। इसलिए हमको फल बन के दूसरों तक हमारा प्रभु का गवाही को पहुंचाना है। इसलिए मैं प्रभु को धन्यवाद करते हैं। उसका 6 का 10 और 11, 12 भी पढ़े। दस, 11, 12। परमेश्वर का धन्यवाद, क्योंकि आज्ञा का उल्लंघन का विरुद्ध चेतावनी दिया जा रहा है। इतना सोच से हम जीवन बिता रहे, नौकरी दिया है, बाल बच्चा दिया है, आराधना के लिए जगह दिया है, फिर भी तुम प्रभु का सेवा नहीं कर रहे करके परमेश्वर का वचन हमको स्पष्ट रूप से कह रहे हैं। जब तेरा परमेश्वर हुआ तुझे उस देश में पहुंचाया जिसका विषय में उसने अब्राहम, इसहाक, याकूब नामक तेरे पूर्वजों से तुझे देने का शपथ खाई है। हम स्वर्गलोक में जाने के लिए बैठे हैं। कितने लोग जाएंगे, उधर पहुंचेंगे, पक्का होना है। हमको अपने आप को जांचना है, क्योंकि हमारा प्रभु यीशु मसीह जल्दी आने वाला है। उसके लिए हमको तैयारी करना है। यदि उनका संगति में जाना है, उनका सेवा भी करना है, अनेक लोगों को भी लेके जाना है। हम जितना परिवार है उतना ही नहीं जाना है, अनेक लोगों को परमेश्वर का सन्निधि में ले जाने के लिए परमेश्वर कह रहे हैं। जब वह तुझको बड़े बड़े और अच्छे अच्छे नगर जो हम मेहनत नहीं किया है, ऐसी जगह ले जाकर दिया है, फिर भी कुड़कुड़ाए, परमेश्वर के विरुद्ध कार्य किया, क्योंकि परमेश्वर दंड देने वाला परमेश्वर है। और उसका 12 पद में लिखा, तब सावधान रहना,
कहीं ऐसा ना हो कि तू यहोवा को भूल जाए। कभी हमारा प्रभु को नहीं भूलना है, क्योंकि वो सामर्थ्य परमेश्वर है, हमारा संग और साथ रहने वाला, हमेशा हमारा बिंदी की ओर कान लगा कर बैठने वाला, हमारे और अपनी आंखें लगा कर बैठने वाला सामर्थ्य परमेश्वर। उनके सामने हमारे हर एक गुप्त चुप, हर एक गलतियों को, हर काम को देखता रहता है, हमारे कामों को देखता है, हमारे चाल चलन को देखता है, हमारे जीवन को जांचता है। ऐसे परमेश्वर का सन्निधि में हम जीवन बिताते हैं। इसलिए मेरे प्रभु को धन्यवाद करता हूँ, मिस्र देश से निकाल लाया, अपने परमेश्वर यहोवा का भय मानना, उसी की सेवा करना और उसी के नाम की शपथ खाना। परमेश्वर के नाम से शपथ खाते हुए आज एक निर्णय लेना है। हमारे जीवन में, हमारा पड़ोस में, बीमारी में, कई प्रकार की परेशानी में पड़े हुए लोगों के लिए एक प्रार्थना करने का निर्णय लेना है। मेरे परिवार में 28 पागल लोगों का चंगा हुआ है, कोई विश्वास नहीं करेगा। 7 साल तक संगल में बांधा हुआ व्यक्ति घर में लाया, प्रार्थना किया, चंगा हुआ, उनका परिवार पूरा आज प्रभु को मान रहे। ऐसे सामर्थ्य कार्य करने वाला परमेश्वर के सन्निधि में हम चुप रहेगा तो कैसे काम चलेगा? प्रियो, हमारा प्रभु कितना महान है, अद्भुत कार्य करने वाला परमेश्वर, प्रार्थना सुनता है, कार्य करने वाला परमेश्वर। भले देरी हो, देरी है तो भी हमारे आवश्यकताओं को, हम जो कुछ मांगेगा वो देने के लिए सामर्थ्य प्रभु है। वो आज भी जीवित सामर्थ्य परमेश्वर, वो सच्चा सामर्थ्य परमेश्वर है। यदि हम सच्चाई के साथ, आत्मा का भरपूरी के साथ यदि उसका आराधना करेगा, हमारा प्रार्थना को कबूल करने वाला परमेश्वर। इसलिए मैं प्रभु को धन्यवाद करते हैं। 28 का पहला पद पढ़े, उसी व्यवस्था विवरण। यदि तू अपने परमेश्वर यहोवा की सब आज्ञाएं जो मैं आज तुझे सुनाता हूँ चौकसी से पूरी करने को चित्त लगाकर उसकी सुने, तो वो तुझे पृथ्वी की सब जातियों से श्रेष्ठ करेगा। परमेश्वर का धन्यवाद। परमेश्वर का वचन क्या कह रहे हैं? यदि तू अपने परमेश्वर यहोवा की सब आज्ञाएं जो मैं आज तुझे सुनाता हूं चौकसी से पूरा करना है। परमेश्वर को धन्यवाद करते हैं। आज तक जब से मैं प्रभु के पीछे निकला है, आज तक प्रभु का कार्य को करते हुए, चौकसी पूरा करते हुए जा रहे हैं। मनुष्य है, कभी कभी गलतियां आता है, भूल चूक को दूर करने वाला हमारा प्रभु भी हमारा संग और साथ रहता है। इसलिए मैं प्रभु को धन्यवाद करता, चौकसी से पूरी करने का चित्त लगाकर उसकी सुने तो वह तुझे पृथ्वी के सब जातियों से श्रेष्ठ करेगा। हमारा प्रभु सिर्फ ईसाई लोगों को सिर्फ बनाए नहीं है, सारे सृष्टि के बनाए वाला प्रभु है। कोई नाश होने के लिए प्रभु नहीं चाहता है, हर एक व्यक्तियों को बचाने के लिए हमारा प्रभु चाहता है। इसलिए हमें दिया हुआ तालंत उपयोग करना है, हमारे जीवन में के उपकारों को दूसरों को बताना है। इसलिए मैं प्रभु को धन्यवाद करता हूँ। और उसका दूसरा पद भी पढ़ा, फिर अपने परमेश्वर यहोवा की सुनने के कारण ये सब आशीर्वाद तुझ पर पूरे होंगे। हालेलुया। परमेश्वर का बात को सुनना है, सुनने के बाद आशीष देने वाला प्रभु है। इसलिए मैं प्रभु को धन्यवाद करते हैं। आशीष वचनों के लिए हम देखेंगे, धन्य हो तू नगर में, धन्य हो तू खेत में, धन्य हो तू संतान और तेरा भूमि के उपज और गाय और भेड़ बकरी आदि पशुओं के बच्चे, धन्य हो तेरी ठोकरी। हमारा घर में जो भी चीज है प्रभु दिया है।
हम तृप्ति से रहने का नहीं है, औरों को भी ध्यान लगाना है। इसलिए परमेश्वर के वचन में लिखा है, धन्य हो तेरी टोकरी, तेरी कटोती, धन्य हो तेरे तू भीतर आते समय, और धन्य हो तू बाहर जाते समय। हर समय हमारा ध्यान लगाने वाला प्रभु है, आशीषों को भरपूरी से भरने वाला परमेश्वर। इसलिए भी प्रभु को धन्यवाद करते हैं, उन पर हमको विश्वास रखते हुए हमारे जीवन को आगे बढ़ाना है, क्योंकि परमेश्वर के वचन में लिखा है हमें क्या है, पूछ नहीं है, क्या बनाए हैं, सिर बनाए। सिर का काम क्या है, सिर ऊंचा उठाकर चलना है, हिम्मत का साथ बात करना है। और 14 पद में लिखा है, और यहोवा तुझको पूछ नहीं किंतु सिर ही ठहराया गया है। इसलिए मैं प्रभु को धन्यवाद करते हैं, और तू नीचे नहीं परंतु ऊपर ही रहेगा, यदि परमेश्वर यहोवा का आज्ञा जो मैं आज तुझको सुनाता हूं। नीचे रहने का नहीं है, ऊपर उठकर चलना है। सब जातियों से बढ़कर हमें प्रभु सृष्टि किया है, उसका बेटी बेटा बनने के लिए सुंदर अवसर दिया है। मैं प्रभु को धन्यवाद करते हैं। इसलिए हमारे प्रभु हमको जय दिया है, मुक्ति दिया है, चंगा किया है। इसलिए हमको क्या करना है, सिर बनाए तो हमको सिर जैसी काम करना है। मेरे को कई बार जेल में भी जाना पड़ा, थाना वाले आते पूछते हैं, हम हिम्मत साथ कहते हैं, हम हमारा प्रभु का काम करता, तू अपनी काम करो। उनका मुंह में देखने वाला कभी लज्जित होने के लिए अवसर नहीं देता। इसलिए मैं प्रभु को धन्यवाद करते हैं, क्योंकि हमारा प्रभु सामर्थ्य है, आज भी जीवित है, और वो जल्दी से जल्दी हमारे बीच में आने वाला है। दुनिया के हर एक संभव को हम देखने से पता चलता है वजन पूरा होते जा रहा है। इसलिए हमको प्रत्याशा का साथ जब हमारा प्रभु आएगा जाने के लिए तैयार रहना है, क्योंकि हमारा प्रभु को भजन में लिखा है, प्रभु को कभी ना भूलना है। व्यवस्थावरण पहले 6:12 में लिखा है, आप प्रभु किया हुआ उपकार को कभी नहीं भूलना है। वो कहाँ लिखा है? भजन संहिता 103 का 2 पद। क्यों भूल गए सब? हिंदी देश में हम रहता है। भजन संहिता 103 का 2 पद पढ़े। हालेलुया। एन मन में होवा वार्त का धन्यवाद करना है, उसके उपकारों को कभी नहीं भूलना है। यदि वो छोटा सा भी उपकार हमारा बीच में, हमारा जीवन में, हमारा परिवार में, हमारा कलिसिया में किया है, तो उसको दूसरों तक भी पहुंचाना है। यही हमारा कर्तव्य। इसलिए मैं प्रभु को धन्यवाद करते हैं। आप प्रभु का उपदेश को कभी ना भूलना है। परमेश्वर के वचन में लिखा है, नीति वचन 3 पद में लिखा है, क्या लिखा है? प्रभु का उपदेश को कभी ना भूलना। पढ़े, मलयालम में पढ़े। हे मेरे पुत्र, मेरी शिक्षा को ना भूलना, अपने हृदय में मेरी आज्ञाओं को रखे रहना। परमेश्वर का धन्यवाद। सुनने वाला वचन एक कान से सुनना, दूसरा कान में छोड़ने का नहीं है। अपना हृदय पटिया में लिखने के लिए प्रभु का वचन बता रहा। वचन का आज्ञाओं को मानते हुए प्रभु का सन्निधि में हमको जीवन बिताना है।
और सब हम अब चर्च में आते सब सीधा सीधा आते हैं, और सांप जैसे बिल में घुसता है वैसी हमारा काम भी कभी कभी होता है। सांप कैसे बिल में घुसता है? मैं प्रभु को धन्यवाद करते, मैं किसी को दिल को दुखाना नहीं चाहता हूं। मेरा जीवन में काम किया वाला प्रभु आप लोगों के जीवन में भी, हमारा परिवार में जो काम किया उसका आप लोगों के जीवन के द्वारा भी इस दुनिया में यदि होगा तो प्रभु का नाम का महिमा होगा। इसलिए मैं प्रभु का धन्यवाद करते हैं। और प्रभु को किया उपकार को कभी नहीं भूलना, प्रभु का उपदेश को नहीं कभी नहीं भूलना, और अपने पास्टर को कभी नहीं भूलना है। इब्रानियों का पत्री 13 अध्याय का 7 और 17 पद पढ़े। सत्रह भी पढ़े, 17। हालेलुया। एक हालेलुया, हालेलुया। हमारे लिए कष्ट सहन करके प्रार्थना करते हैं। उस दास को कभी ना भूलना करके परमेश्वर के वचन में बता रहे, उपवास करके जागते हुए प्रार्थना करते हुए कष्ट सहन करते हुए अपने विश्वासियों के लिए चरवाहा बन गए काम करता है। इसलिए उसको कभी ना भूलना करके परमेश्वर के वचन में स्पष्ट रीति से कह रहे हैं। और एक काम, आखिरी काम हमारा क्या है? संगति में निरंतर चलते रहना है। विसंगति का ये 2 साल का हमारा कोविड का कारण कई लोगों का विश्वास ठंडा हो गया। हुआ है कि नहीं हुआ है? हुआ है। मैं प्रभु को धन्यवाद करते हैं, हरेक को बीमारी से बचा कर रखा है। मैं और मेरा घराना 6 जन को कोविड आया। न किसी को खाना बना कर देने वाला कोई नहीं था, पड़ोस वाले खाना बना कर दिया है। ऐसी अवस्था में भी जयवंतों के जीवन बिताने के लिए प्रभु आप लोगों के बीच में खड़े किया। इसलिए मैं प्रभु को लाख लाख धन्यवाद करता हूं, क्योंकि हमारा प्रभु अद्भुत कार्य करने वाला प्रभु है, सामर्थ्य प्रभु है, उद्धार देने वाला प्रभु है। हमें हर एक को अपनी पवित्र लहू के द्वारा खरीदा गया है, सोना चांदी से नहीं, काल पर क्रूस पर बहाया हुआ पवित्र लहू के द्वारा हमें खरीदा गया है। इसलिए उनका हालेलुया कर्ज हमको करने के लिए, मिटाने के लिए हमको भी खून बहाना पड़े, चाहे जान भी देना पड़े, फिर भी प्रभु का सेवा में आगे बढ़ने के लिए मैं आह्वान करता हूं। क्योंकि मैं व्यर्थ बात नहीं करता हूं, परमेश्वर का वचन के अनुसार बात करता हूं। ये वचन क्या है? सच्चा वचन है, सामर्थी वचन है, कल भी आज भी अनंत काल तक एक सा रहने वाला वचन है। ये 2 धारी तलवार है, हार पार छेदा करने वाला वचन है। इसलिए मैं प्रभु को धन्यवाद करते हैं, क्योंकि हमारा परमेश्वर सही समय पर उतर के कार्य करने वाला प्रभु है। जब सारा बच गए, विधवा और बच्चे का बीच में परमेश्वर ने अपनी दास को भेजा, और उनका क्या अवस्था था? थोड़ा सा तेल, डिब्बा में थोड़ा सा आटा,
प्रभु का दास गया, वहां क्या हुआ? वह काल में कभी मरना पड़ा? फरवरी के साथ जीवन बिताने के लिए उस परिवार को प्रभु अवसर दिया है। इसलिए परमेश्वर कहते हैं वो सही वक्त पर निकल के आते हमारे बीच में खड़े रहने वाला प्रभु है। जहां 2 या 3 जन इकट्ठे होंगे उसके बीच में वस्त्र रंग करके वायदा किया है। वो वायदाओं को पूरा करने वाला सामर्थ्य प्रभु है। इसलिए मैं प्रभु को धन्यवाद करता हूं। अभी करीब मेरा समय भी पूरा होते जा रहे हैं और 1-2 बात और कहते हुए समय प्रभु का धन्यवाद हो। समय खत्म हो गया करके बता रहे। यदि मनुष्य के मृत्यु के बारे में किसी को मालूम है? नहीं मालूम है। वैसे हमारे यीशु मसीह आने का भी किसी को मालूम नहीं। किस घड़ी किस समय हमारे बीच में आएगा, हमको क्या करना है? अपने आप को तैयार करना है। अपने आप को जांच से परखते हुए परमेश्वर का सुनिधि में जीवन बिताए। प्रभु दिया वचन के द्वारा हमें आशीष देवे। പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് നമ്മൾ കേട്ടത്. നമുക്ക് ഹിന്ദി അറിയുന്നവർക്ക് ശരിക്കും അത് മനസ്സിലായി. വളരെ ശരിക്കും പറഞ്ഞാൽ ഉരുക്കി നല്ല പുറത്തു വന്ന പൊന്നു പോലെയുള്ള വചനങ്ങളാണ് നമ്മൾ കേട്ടത്. ആ വചനം ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതൊന്നും മറന്നു പോകാനല്ല, ഇത് ഈ ചെവിയിലൂടെ കേട്ട് മറ്റ് ചെവിയിലൂടെ കളയാനുള്ളതല്ല. വചനം ദൈവത്തിന് വേണ്ടി നിന്ന ആ കുടുംബം നമുക്കറിയാം. വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ വേല ചെയ്ത് ദൈവം ഇടപെട്ട വചനങ്ങളാണ് ആ പിതാവിൽ നമുക്ക് കേൾപ്പാൻ ഇടയായി തീർന്നത്. നമ്മുടെ കൂടെ ഇനിയുമുണ്ടല്ലോ പിതാവ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മധ്യത്തിൽ ഇനിയും സംസാരിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഒരു പ്രത്യാശയുടെ ഒരു ഗാനം പാടുമ്പോൾ സ്തോത്ര വഴിപാടും ദശാംശം അർപ്പിക്കാനുള്ള സമയമാണ്. അപ്പോൾ തന്നെ മിഷൻ ബോക്സിലും നിങ്ങൾക്ക് അർപ്പിക്കുവാനായിട്ട് കഴിയും. അതൊരു അനുഗ്രഹമാണ്. നിങ്ങളത് ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കുഞ്ഞാടി രക്തം വീടിനു മുദ്ര യേശുവിൻ നാമം പ്രാണനു രക്ഷ. കുഞ്ഞാടി രക്തം വീടിനു മുദ്ര. മറന്നു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. മറന്നു വരും മഹാമാരികളെ ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. യേശുവിൻ നാമമെന്താണൊരു രക്ഷ. കുഞ്ഞാടിൻ രക്തം വീടിനു മുദ്ര. യേശുവിൻ നാമമെന്താണൊരു രക്ഷ.
ഹല്ലേലൂയ.